നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് തന്നെയാണ് പോവുക ആദ്യം. ഒപ്പം തന്നെ ശിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അർജുനായുള്ള തെരച്ചിൽ അത് വീണ്ടും ഉടൻ തന്നെ ആരംഭിക്കണമെന്ന് കുടുംബം ഇന്നലെ ന്യൂസ് 18 ആവശ്യപ്പെട്ടതൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്ന് ബംഗളൂരുവിൽ ഉന്നതതല യോഗമാണ്. അപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കുടുംബം. അപ്പോൾ നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് എത്താം. ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും വയനാട്ടിൽ നിന്നുണ്ട്. അതൊക്കെ ഇന്ന് മോർണിംഗ് വൈബ്സിലുണ്ട്. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ അതിജീവനത്തിൻ്റെ പാതയിലേക്കാണ്. ഇന്നലെ ന്യൂസ് 18 വൺ ഡേ ഫോർ വയനാട് എന്നുള്ള ന്യൂസ് 18 ക്യാമ്പയിൻ അത് വലിയ പ്രശംസ, അഭിനന്ദനം ഏറ്റുവാങ്ങിയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ന്യൂസ് 18 ഉദ്യമത്തെ വലിയ തോതിൽ പിന്തുണയ്ക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഒരുപാട് സുമനസ്സുകളാണ് സഹായവുമായി എത്തിയത്. നമുക്ക് ഒന്ന് ചേർന്ന് ഒരുമിച്ച് വയനാടിന് വേണ്ടി ഇനിയും അണിനിരക്കാം. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം, തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും നാളെയും ചാലിയാറിൽ തെരച്ചിൽ നടത്തും. 5 ഇടങ്ങളിലായിട്ടാണ് തെരച്ചിലുണ്ടാവുക. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുക. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനം വകുപ്പ് ഉൾപ്പെടെ 60 അംഗ സംഘമായിരിക്കും തെരച്ചിലിന് നേതൃത്വം നൽകുക. പാണൻകായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘമായിരിക്കും തെരച്ചിൽ നടത്തുക. പാണൻകായം മുതൽ പൂക്കോട്ടുമന വരെ, ഒപ്പം പൂക്കോട്ട് മന മുതൽ ചാലിയാർ മുക്ക് വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘം തെരച്ചിൽ നടത്തും. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മണ്ണിലേക്ക് ഉറ്റവരെ തേടി ഷഹാനയും ഫസലും എത്തിയത് കണ്ടുനിന്നവരെ ആകെ കണ്ണീരിലാഴ്ത്തി. ഈ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നും പാവങ്ങൾ എന്തിനാണ് ഉരുൾ എടുത്തതെന്നും ചോദിച്ച് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഷഹാന. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് 13 ദിവസം കഴിയുമ്പോഴും ദൈന്യം നിറയുന്ന കാഴ്ചകൾക്ക് ഇപ്പോഴും പഞ്ഞമില്ല ഇവിടെ. എനിക്ക് പിന്നിൽ കാണുന്നത് ഗീത എന്നൊരു വീട്ടമ്മയാണ്. അവരുടെ സഹോദരൻ, ചേട്ടൻ, ആ കുടുംബത്തിലെ 3 പേർ ആ വീട് പോലും ശേഷിക്കാതെ മുഴുവനായി അടിയിലായിപ്പോയി. അതിലൊരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോഴും 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് വിതുമ്പിക്കൊണ്ട് അവർ ആ കാഴ്ചകൾ കാണുകയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് എത്തിയപ്പോൾ വിതുമ്പുക മാത്രമാണ്, ഒന്നും പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത്രയും ദൈന്യം നിറയുന്ന കാഴ്ചകളാണ്. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, പുതച്ചിരുന്ന പുതപ്പ്, കമ്പിളിപ്പുതപ്പ്, അതൊക്കെ കയ്യിൽ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ കരഞ്ഞുകൊണ്ട് ഗീത ഞങ്ങളോട് പങ്കുവച്ചത്. അല്പമങ്ങ് മാറുമ്പോൾ അതിനേക്കാൾ ദൈന്യം നിറയുന്ന മറ്റ് കാഴ്ചകളുമുണ്ട് ഈ പരിസരത്ത്. 6ഓളം വീടുകൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്ഥലം, വലിയ 2 നില വീടുകൾ
ഒരിക്കൽ പോലും ഇങ്ങനെയൊരു പ്രകൃതി ദുരന്തത്തിൽ ഈ ഭാഗത്ത് നാശനഷ്ടം ഉണ്ടാകുമെന്ന് സങ്കല്പത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നതല്ല. അങ്ങനെ ഒരു സ്ഥലത്തെയാണ് ഈ ഒരു വലിയ മഹാദുരന്തം തകർത്തെറിഞ്ഞു കളഞ്ഞത്. ഇങ്ങനെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അത്രയും മനോഹരമായ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം അടിവാരം വരെ തോണ്ടിപ്പോയിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. 6 വീടുകൾ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ശേഷിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ്. തൊട്ട് സമീപത്തായി ഒരു വീടിൻ്റെ മുകളിൽ ഉണങ്ങാനായി വിരിച്ചിട്ട ബെഡ്ഷീറ്റുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനി അത് എടുത്തു മാറ്റാൻ അവിടെ ആരുമില്ല. ഇങ്ങനെ ഒരുപാട് വേദനപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് മുണ്ടക്കൈ മേഖലയിൽ മാത്രം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഉരുൾ കവർന്നത്. 2 പേരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 3 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഒരുപാട് പ്രതീക്ഷയോടെ വളരെ സ്നേഹത്തോടെ അയൽവാസികൾ തമ്മിൽ വളരെ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടം ഈ നാടിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറുന്നതും. എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിൽ ഒരു ഉമ്മയും ഉപ്പയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. അവരെ ഈ ഉരുൾപൊട്ടുന്ന കാര്യമറിഞ്ഞ് വളരെ സാഹസികമായി ഈ വീട്ടിൽ നിന്ന് ഉടൻ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യമായി ഈ ദുരന്തമുണ്ടായതിനു ശേഷം വീട്ടിലേക്ക് എത്തിയ ഈ കുടുംബത്തിലെ മകൾ അവളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. വിതുമ്പിക്കൊണ്ടാണ് ഇവിടേക്ക് അലറിക്കറിഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. അവരാരും നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലുമല്ല. മാതാപിതാക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെ എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രം 35 പേരെയാണ് ഉരുൾ കവർന്നുകൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളൊക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഈ വീട്ടിനകത്തേക്ക് കുടുംബാംഗങ്ങൾ കാണുന്നതാണ് ഈ കുടുംബത്തിലെ മകൾ. അവൾ ഒരാഴ്ച മുമ്പ് ഈ ദുരന്തമുണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് പോയതാണ്. കോഴിക്കോട്ടേക്ക് വിവാഹം കഴിച്ച് പോയതാണ്. അതിനുശേഷം തിരികെ ആദ്യമായി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുൻപിലെ കാഴ്ചകൾ ഇതാണ്. അത് ഉൾക്കൊള്ളാൻ ആയിട്ടില്ല അവൾക്ക്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉള്ളിലൊതുക്കി വിതുമ്പിക്കൊണ്ട് ആദ്യമായി ഈ സ്ഥലത്തെത്തി ഈ ദുരന്തമുണ്ടായ മേഖലകൾ നേരിൽ കാണാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായി എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കാഴ്ച. അത്രമാത്രം വേദന നിറയുന്ന ഒരു സ്ഥലമാണ്. ഇത്രയധികം ആളുകളെ ഒരുമിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർക്കാർക്കും പുറത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ എത്ര വീടായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്? ഈ ഭാഗത്ത് ഏകദേശം ഒരു 9 പേരുണ്ടാവും, 10 പേരുണ്ടാവും അല്ലേ? 10 പേരുണ്ട്. ഇതിൽ ഈ കുടുംബത്തിലെ ബന്ധുക്കൾ ഉപ്പാന്റെ അനിയന്റെ വീട്. അത് എന്റെ ഉപ്പാന്റെ അനിയന്റെ വീട്. അത് ഉപ്പാന്റെ മോളാണത്. അറിയാം, ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ അവള് വൈകാരികമായ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിലായതിനാലാണ് അവളോട് ഞങ്ങൾ ഒരു കാര്യവും അതിനെപ്പറ്റി സംസാരിക്കാത്തത്. ഇവിടെ നിന്ന് എത്ര പേരെയാണ് ഈ ഉരുളെടുത്തത്? ഒന്ന് ഉപ്പാന്റെ അനിയന്റെ മകനും പിന്നെ ഉപ്പാന്റെ ഫാദറുണ്ട്, ആ വീട്ടിലെ താമസം. പിന്നുള്ളത് പിന്നെ ഉപ്പാന്റെ അനിയന്റെ വൈഫ് ഉണ്ടല്ലോ ഇവിടുത്തെ, അതായത് ആമാന്റെ അനിയത്തിന്റെ ഒരു മോന്, ചെറിയ മോനുണ്ട്. അളാമന്റെ വാപ്പിയുണ്ട്. അപ്പൊ 5 എല്ലാരും കണ്ടെത്തി. എല്ലാരും കിട്ടിയല്ലോ. എല്ലാരും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ വൈഫിന്റെ താത്തന്റെ ഒരു മോളും കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സായ ഒരു കുട്ടിയും. അവരെല്ലാരും ആ സമയത്ത് രക്ഷപ്പെട്ടു ആണ്. അവരെല്ലാം രക്ഷപ്പെട്ടു. അതിനുശേഷം ഇതാണ് ബാപ്പയല്ല, അവരെ ബന്ധുക്കളാണ്. അവർ ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടാണോ ഞങ്ങൾ ഫസ്റ്റ് ഇവരെല്ലാരും നമ്മളവിടെ ഹോസ്പിറ്റലിലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നത് ഏകദേശം സമാധാനമായപ്പോൾ ഞങ്ങളൊന്ന് കൊണ്ടുവന്നത്. കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്? കാണിക്കാനല്ല, നമ്മളിത് നമ്മളെ സാധനങ്ങൾ എടുക്കാനൊക്കെ ഇതിന്റെ ഉള്ളിലല്ലേ. എടുക്കാൻ കഴിയുന്നൊക്കെ എടുക്കാം. അതില് ഫാദർ വന്നോട്ടെ, എന്നിട്ട് അതിന് വെയിറ്റ് ചെയ്യണം. അപ്പൊ എവിടേക്കാണ് ഇവര് മാറുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒന്നും ഡീറ്റെയിൽസും തീരുമാനമായിട്ടില്ല. ഇപ്പൊ അവര് ക്യാമ്പിലാണ്. ഞങ്ങളെ കൂടെ അവിടെ ഒരു വീട്ടിലുണ്ട്, അതായത് നരിക്കുനി ഒരു വീട്ടിലുണ്ട്. ഏതായാലും സ്വാഭാവികമായി ആ ഒരു വലിയ വേദന തന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ പങ്കുവെക്കുന്നത്. അത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കാർക്കും അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ജന്മത്തിന്റെ സ്വപ്നമായി പടുത്തുയർത്തിയ വീട്, വിയർപ്പൊഴുക്കി അധ്വാനിച്ച അധ്വാന ഫലങ്ങൾ, അത് മുഴുവൻ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു പ്രകൃതിയുടെ വിളയാട്ടത്തിൽ മുഴുവൻ ഒലിച്ച് ഒരു നാടൊന്നാകെ മണ്ണിലടിയിലായപ്പോൾ ആ വേദന എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന് അവർക്കറിയില്ല. എന്നോട് വിതുമ്പിക്കൊണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആളുടെ ഭാര്യ, അതായത് ഈ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലെ ആ മകൾ, അവൾ പറഞ്ഞത് ഈ
നാട്ടിൽ മുഴുവൻ ആളുകളും ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെയായിരുന്നു. ജാതിയും മതത്തിൻ്റെ ഒരു വേർതിരിവില്ലായിരുന്നു. ഒറ്റ വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നതും സ്നേഹിച്ചിരുന്നതും. അവരെന്ത് ചെയ്തിട്ടാണ്? ഇതിന് തൊട്ടപ്പുറത്ത് വലിയ കാടുകളുണ്ട്. ഇപ്പോഴും ആ കാടുകളിൽ മരങ്ങളും കാടും മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയൊന്നും ഒരു കുഴപ്പമില്ലാതെ ഈ മനുഷ്യർ സമാധാനമായി ഉറങ്ങിക്കിടന്ന മണ്ണിലൂടെ മാത്രം എന്തിനിങ്ങനെ ഈ ഉരുൾ ഒഴുകി വന്നു? എങ്ങനെ ഈ ഉറക്കത്തിൽ കിടന്ന വെറും പാവം മനുഷ്യരെ ഒന്നും അറിയാതെ ഇങ്ങനെ മണ്ണിനടിയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഈ ഉരുളിന് കഴിഞ്ഞു? എന്താണിത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിതുമ്പിക്കൊണ്ടാണ് ഈ വീട്ടിലെ മകൾ ഞങ്ങളോട് വ്യക്തമാക്കിയത്. സ്വാഭാവികമായി അതേ വേദന തന്നെയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കുവെക്കുന്നതും. എന്തായാലും ദൈന്യം നിറയുന്ന കാഴ്ചകൾ അത് ഓരോ ദിവസവും ഇവിടെ നിന്ന് ഓരോ ദിവസം കഴിയും തോറും ആ കാഴ്ചകൾ മാത്രമാണ് മുണ്ടക്കയിൽ നിന്നും ചൂരന്മലയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നുമൊക്കെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ നാടിനെ വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എത്ര കണ്ട് പ്രാപ്യമാകുന്ന ഒരു കാര്യമാണ് എന്നത് സംശയത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്വാഭാവികമായി ഒരുപാട് പ്രതീക്ഷകളോടെ കഴിഞ്ഞിരുന്ന ഏതാണ്ട് 650-ലേറെ കുടുംബങ്ങൾ ഈ 3 മേഖലകളിലായിട്ടുണ്ട്. അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി സർക്കാരിന് മുമ്പിൽ മാറുമ്പോഴും നഷ്ടപ്പെട്ടവരെ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് ആ ആഘാതത്തിൽ നിന്ന് എങ്ങനെ മുക്തരാക്കാൻ കഴിയും എന്ന് അറിയാതെ ഇപ്പോഴും വിതുമ്പുകയാണ്, തേങ്ങുകയാണ് ഒരു നാട് മുഴുവൻ. ക്യാമറമാൻ പ്രജിത് കൊങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇതുപോലെ എത്ര സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ആകെയുള്ളത്. ഡാൻ നൽകിയത് ഒരു കുടുംബത്തിൻ്റെ നിലവിലത്തെ ഒരു സാഹചര്യം അവസ്ഥയാണ്. ഇനി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ ഒഡീഷ സ്വദേശിയായ യുവ ഡോക്ടറെക്കുറിച്ച് ഇപ്പോഴും സൂചനകളൊന്നുമേയില്ല. ഡോക്ടർ ദമ്പതിമാർ അടങ്ങുന്ന 4-അംഗ സംഘം ഹണിമൂൺ ആഘോഷിക്കാനെത്തിയതായിരുന്നു ഇവിടെ. ദുരന്തമുഖത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡോക്ടർ സുകൃതി ആരോഗ്യനില വീണ്ടെടുത്ത് വരികയാണ്. പക്ഷേ വിധി ബാക്കി വെച്ചത് ഒപ്പമുണ്ടായിരുന്നവരിൽ 2 പേരെ മാത്രമാണ്. മധുവിധു ആഘോഷത്തിനായി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ഡോക്ടർ ദമ്പതിമാർ ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം ജൂലൈ മാസം 26-ാം തീയതിയാണ് ചൂരൽമല ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരു ഹോം സ്റ്റേയിലെത്തിയത്. ആ ഹോം സ്റ്റേയിലെത്തിയ ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിനാര, അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയദർശിനി. ഇപ്പോൾ അവർ ഭുവനേശ്വറിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. അവർക്കൊപ്പം ഡോക്ടർ സ്വാതിൻ പാണ്ഡെ, അദ്ദേഹം ഭുവനേശ്വറിലെ ഹൈടെക് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിസുത വധു ഡോക്ടർ സുകൃതി മഹാപത്ര. ഇങ്ങനെ 4 പേരടങ്ങുന്ന സംഘമായിരുന്നു കഴിഞ്ഞ 26-ാം തീയതി ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടത്തിന്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. പക്ഷേ 4 ദിവസങ്ങൾക്കപ്പുറം ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മഹാദുരന്തത്തിന്റെ ഇരകളായി മാറിയ അവർ, അതിൽ 2 പേർ മാത്രമാണ് ഇനി സ്വന്തം മണ്ണിലേക്ക് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് തിരികെ മടങ്ങുന്നത്. പ്രിയദർശിനി പോളിന്റെ ഭർത്താവ് ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിനാരയുടെ മൃതദേഹം ഈ ദുരന്തമുണ്ടായി 2 ദിവസങ്ങൾക്ക് അപ്പുറം ഈ ചൂരൽമലയ്ക്ക് സമീപത്ത് നിന്ന് ബെയിലി പാലം പണിതിരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഡോക്ടർ സ്വാതിൻ പാണ്ഡെയെ സംബന്ധിച്ച യാതൊരു സൂചനകളുമില്ല. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. സ്വാതിൻ പാണ്ഡെയുടെ കുടുംബാംഗങ്ങളെ അടക്കം ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവിടേക്ക് എത്തിച്ച് അവരുടെ രക്തസാമ്പിളുകൾ അടക്കം DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ 2 പേരായിരുന്നു ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടത്. അതായത് ഈ ഹോം സ്റ്റേ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കുറച്ചധിക ദൂരത്തിലാണ് ഈ സ്കൂൾ കെട്ടിടം ഉള്ളത്. ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഇടയിൽ പില്ലറുകളുണ്ട്. ആ പില്ലറുകളുടെ ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു 2 പേരെ, പ്രിയദർശിനി പോൾ, അതോടൊപ്പം തന്നെ ഡോക്ടർ സുഗതി മഹാപത്ര, ഈ 2 പേരെ ഈ വലിയ കെട്ടിടത്തിന്റെ ഇടയിലെ തൂണുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ അന്ന് കണ്ടെടുത്തത്. സ്വാഭാവികമായി അത്തരമൊരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർ 2 പേരും മുക്തരായിട്ടില്ല. അതിൽ ഒരാൾ ഡോക്ടർ സുകൃതി മഹാപാത്ര ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർക്ക് ആവശ്യമായ വൈദ്യസഹായം, അതായത് സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കാരണം 20 മിനിറ്റ് കൂടി വൈകിയായിരുന്നു അവർ ആശുപത്രിയിൽ എത്തിയിരുന്നതെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ സങ്കീർണമായ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് ആ ഒരു ആശ്വാസത്തിലായിരിക്കുമ്പോഴും തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ഡോക്ടർ സ്വാതിൻ പാണ്ഡ ഇപ്പോൾ ഇല്ല എന്ന കാര്യം
സുകൃതി മഹാപാത്രയ്ക്ക് അറിയില്ല. ആ വലിയൊരു നോവ് അതെങ്ങനെ പറഞ്ഞ് അറിയിക്കുമെന്ന കാര്യം സുഹൃത്തുക്കൾക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഒന്നും അറിയില്ല. ആ വേദന അവർ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. പ്രിയദർശിനി പോലും വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ആ ചികിത്സയ്ക്കൊക്കെ ശേഷം തിരികെ ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ സുകൃതി മഹാപാത്ര ആരോഗ്യനില വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ എപ്പോൾ അവരോട് തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന സ്വാതിൻ പാണ്ഡെ ഇനി ഇല്ല, അതൊരു ഓർമ്മ മാത്രമായി എന്ന കാര്യം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ സുകൃതിയുടെ സഹോദരി ന്യൂസ് 18നോട് പ്രതികരിച്ചത് പിന്നീട് ഇങ്ങനെയായിരുന്നു. Currently she is better, she is improving slowly, but still there is a chance of infection, and like she is having fracture in her right leg also. So for that we are gonna planning for any procedure for the surgery, and if she will eat nicely, then definitely she is gonna improve. Her immunity is low, so yeah. It's a sophisticated case. Doctors told us like so. There is bronchoscopy. Yes. When the moment they have taken her, initially her condition was so bad. So I was on a call. At that time I was in Odisha. So I had a word with doctors. So like they like initially no hope or something like that. And continuously because she had lot of mud water she drank. So they have done bronchoscopy like almost 4 to 5 times, and they have taken all the mud water from lungs as well as from the stomach. And they were like, okay, like slowly she will recover, and due to the like bronchoscopy they have done, so like the infection was like decreased almost 60 to 70%. Actually 4 persons was here from Odisha for this visit. Only 2 remains. No, 4 people are there. 2 they have rescued from the landslide area. One was my sister, like serious condition, she was in ventilator. Other was like she had so many injury on her face, but I don't know any fractures or something. And other 2 male, one is we got a news that he is dead, and other still missing, so we don't have any information about him. Okay, we are praying for this getting better of this particular person, Sukriti. Okay, thank you for joining with us. Okay, എന്തായാലും വലിയൊരു ദുരന്തത്തെ അതിജീവിക്കുകയാണ്. 4 പേരാണ് ഒഡീഷയിൽ നിന്ന് ഇവിടേക്ക് ഈ മേഖലകൾ കാണാനായി എത്തിയത്. പക്ഷേ ദുരന്തം വിധി അവരെ ഒരു മഹാദുരന്തത്തിൽ 4 പേരെയും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിൽ 2 പേർ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ 2 പേർ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന സുകൃതിക്ക് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് മറ്റ് നടപടിക്രമങ്ങളിലൂടെയാണ് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ ചെളി പുറത്ത് എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിർണായകമായ മണിക്കൂറുകൾ പിന്നിട്ടാണ് സുകൃതി ജീവിതത്തിലേക്ക് മടങ്ങുന്നത്. 20 മിനിറ്റ് കൂടി ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ സുകൃതിയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്നാണ് മൂപ്പൻസ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതും. ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭീകരത ഇപ്പോഴും ശ്വാസമടക്കി പിടിച്ചേ സുദർശനും അമ്മയ്ക്കും ഓർത്തെടുക്കാൻ സാധിക്കൂ. സുദർശനും അമ്മ ഭവാനിയും വീടിന്റെ ടെറസിൽ കയറി നിന്നതിനാലാണ് ജീവൻ തിരികെ ലഭിച്ചത്. വീടിനകത്ത് ചെളിയും വെള്ളവും നിറഞ്ഞപ്പോൾ പരിസരങ്ങൾ കല്ലും മരവും കൊണ്ട് വന്നടിയുകയായിരുന്നുവെന്ന് സുദർശൻ പറയുന്നു. ജൂലൈ 30 പുലർച്ചെ 1:30 മലമുകളിൽ നിന്ന് വൻ ശബ്ദം കേട്ടാണ് സുദർശനും അമ്മ ഭവാനിയും ഞെട്ടിയെഴുന്നേറ്റത്. മണ്ണും വെള്ളവും കുത്തിയൊഴുകി വീടിനുള്ളിലേക്ക് കയറി. രോഗിയായ അമ്മയെയും ചുമന്ന് സുദർശൻ വീടിൻ്റെ ടെറസിൽ കയറി. അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ കൂട്ടക്കരച്ചിലുയർന്നതായി സുദർശൻ ഓർക്കുന്നു. ഏണി ചാരിക്കൊടുത്തും സാരി കൊണ്ട് വടമുണ്ടാക്കിയും അയൽപ്പക്കത്തെ 25ഓളം പേരെയും ടെറസിലെത്തിച്ചു. ഇതിനിടെ വൻ ശബ്ദത്തോടെ കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. ശ്വാസമടക്കിപ്പിടിച്ച് രാവിലെ 6 മണിവരെ ടെറസിൽ കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി. ഞാൻ 10:30 അമ്മേനോട് പറഞ്ഞ് കിടന്നു. അമ്മ ഒരു 8:30 മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളാണ്. അമ്മ കിടന്നു. ഞാനിവിടെ ഈ റൂമിൽ TV കണ്ട് കിടക്കുകയായിരുന്നു. ഒരു 10:30 കയറി കിടന്നു.
1 മണിയായി കാണും തോന്നുന്നു, സമയമൊന്നും അറിയില്ല. ഞാൻ കിടന്ന് മേശപ്പുറത്ത് എൻ്റെ കാര്യങ്ങൾ, സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് കിടന്നതാണ്. കിടന്നൊരു 1 മണിയായി കാണും. 1 മണിക്ക് എണീറ്റ് പെട്ടെന്ന് സൗണ്ട്, ഭയങ്കര മുഴക്കവും എന്തൊക്കെയോ സൗണ്ട് കേട്ടു. പെട്ടെന്ന് എണീറ്റ് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം മുട്ടിന്റെ ആ ലെവലിന് ചളി, മണ്ണ് എല്ലാം വന്നടിഞ്ഞിരുന്നു. ഓടി വന്ന് അമ്മേന്റെ റൂമിലോട്ട് വന്നു. അമ്മ എണീക്കെന്ന് പറയുമ്പോഴേക്കും ഏകദേശം അരേന്റെ മുകളിലോട്ട് വെള്ളവും ചളിയുമാണ്. എല്ലാം കട്ടിലും മലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്നു. പോകാൻ മാർഗ്ഗമില്ല, ലൈറ്റില്ല. അപ്പം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, നമ്മളിവിടെ തന്നെ നമ്മളെ ലൈഫ് പോയി കഴിഞ്ഞമ്മേ, നമ്മൾ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ എടുത്ത് തോളിൽ കയറ്റി മുകളിലോട്ട് എത്തിച്ചു, വീടിന്റെ മണ്ടയിൽ എത്തിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അത് സേഫാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം, അമ്മയ്ക്ക് ഒരു ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ടീഷർട്ടൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ സേഫായി, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 3 മണിയോ എന്താ അറിയില്ല, സമയമൊന്നുമല്ല. അപ്പോഴേക്കും ആ ഫസ്റ്റ് പൊട്ട് തന്നെ ജനങ്ങളൊക്കെ മേലെ കൂടെ വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വെള്ളം ഒലിച്ചു പോകുന്നു. ആ സമയത്ത് ഫസ്റ്റത്തെ ഇതിൽ ഫ്രണ്ടിൽ ഫുള്ള് മരങ്ങളാണ്, ഇതിൻ്റെ മുകളിൽ മരങ്ങളാണ്. എൻ്റെ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടായത്. മുകളിൽ നിന്ന് ഞാൻ ഇതെല്ലാം നോക്കുമ്പോൾ ജീപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ജീപ്പെല്ലാം പോയിട്ടുണ്ട്, കാണുന്നില്ല. രണ്ടാമത്തെ പൊട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇവിടുന്ന് മേലെ ഇങ്ങനെ വലിയ വലിയ പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനോട് പറഞ്ഞു, ഇനി നമുക്ക് ജീവിതമല്ല, അമ്മ നമ്മളെ തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് ആ വീടെല്ലാം ലൈവായിട്ട് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. കല്ലുകളും എല്ലാം അതിലെല്ലാം ഗതി മാറിയതുകൊണ്ട് ഈ വീട് ഇങ്ങനെ ഇത്രയും നിന്നു. റാണിമല എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സുദർശൻ. പിന്നീട് 6 വർഷത്തോളം പ്രവാസ ജീവിതം. 1/2 ഏക്കർ സ്ഥലവും വീടും ജീവിതോപാധിയായ ജീപ്പും ഉരുളെടുത്തു. ജീവിതമാർഗവും കുടിയിരിപ്പും ഉരുളെടുത്തപ്പോൾ ദാനം പോലെ ലഭിച്ച ജീവിതം. സുദർശനെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരെ പോലുള്ളവർക്ക് വ്യക്തതയില്ല. ചൂരൽമലയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ കാണാതായവർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നത് 83-ലേറെ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചതുപ്പ് നിലങ്ങളിൽ വലിയ പാറകഷ്ണങ്ങൾ നീക്കുന്നതും മണ്ണ് മാറ്റി കാണാതായവർക്കായി തെരച്ചിൽ നടത്തുന്നതും പൂർണ്ണമായും ഈ യന്ത്രങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ക്രഷർ ഓണേഴ്സ് അസോസിയേഷനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചിലവിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിന് വേഗം പകരാൻ 83 ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അപകടമുണ്ടായ അല്ലെങ്കിൽ ദുരന്തമുണ്ടായ ദിവസം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വാടകയ്ക്കാണ് ഈ സംവിധാനങ്ങൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ 83 ഹിറ്റാച്ചികളും ഈ സംഭവ സ്ഥലത്ത് സെന്റിനൽ റോക്സിന് സമീപത്തും ബെയിലി പാലത്തിന് സമീപത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും അടക്കം എത്തിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീ അബ്ദുള്ള എന്നോടൊപ്പം ചേരുന്നു. ഈ 30-ാം തീയതി പുലർച്ചെ മുതൽ ഇവിടേക്ക് ഈ ഹിറ്റാച്ചികൾ എത്തി തുടങ്ങിയതാണ്. ആകെ എത്ര ഹിറ്റാച്ചികളാണ്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്? ഞങ്ങള് കളക്ടറും ജിയോളജിസ്റ്റും വിളിച്ച പ്രകാരമാണ് ഞങ്ങൾ ഈ വണ്ടികൾ വന്ന് കയറ്റി വരുന്നത്. 31-ാം തീയതി ആണല്ലേ നമ്മളന്ന് 31-ാം തീയതി വന്നത്. അതിന് ശേഷം ഇവിടെ വന്നു. നമ്മളെ റിസ്ക് തന്നെയാണ് വണ്ടികൾ അന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഡീസലും കാര്യങ്ങളും ലോറികളും ഒക്കെ ഏർപ്പാടാക്കി ഇവിടെ കൊണ്ടുവന്നു. ഇതിന്റെ ചെലവ് എങ്ങനെയാണ്? ഈ ഹിറ്റ് പറഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ വന്ന് ഡീസലും കാര്യങ്ങളും എല്ലാം കൂടി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു 80 ലക്ഷം രൂപയോളം ഒരു ഹിറ്റാച്ചിക്ക് ചെലവ് വരും. അങ്ങനെ 83 ഹിറ്റാച്ചികൾ വരും. അതായത് 83 1 കോടി രൂപയ്ക്ക് അടുത്ത് ഇതിന്റെ തന്നെ ചെലവ് വരും. ജില്ലയിൽ തന്നെ 35 ഹിറ്റാച്ചികളുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതിന് ഈ സർക്കാർ ഇതിന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു സഹായമാണ് ചെയ്യുന്നത്? ഇതിന്റെ ഇന്ധനത്തിനാണോ അതോ? അല്ല, ഇന്ധനത്തിന് ഇവിടെ വന്നിട്ടുള്ളതിന് ശേഷമുള്ള ഇന്ധനം സർക്കാർ തരുന്നുണ്ട്. അല്ലാതെ നമ്മൾ അവിടുന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുപോകുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്? മലപ്പുറം, കോഴിക്കോട് തന്നെയാണ്. ഞങ്ങളൊക്കെ മലപ്പുറം, കോഴിക്കോടൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടാണോ ഇതിന്റെ ഈ അതെ, ഞങ്ങൾ ക്രഷർ അസോസിയേഷന്റെ ഓരോ ദിവസം 4 ആളുകൾ വെച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്ന് വരെ ഇങ്ങനെ തുടരണമെന്നാണ് നിങ്ങൾ പറഞ്ഞില്ല. വണ്ടി തിരിച്ചു കൊണ്ടുപോകാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് എന്ന് വരെ രക്ഷാദൌത്യം തുടരും അന്ന് വരെയും ഇവിടെ തുടർന്നു പോകും. എന്തായാലും ഈ 83 ഹിറ്റാച്ചികളിൽ ഈ അപകടമുണ്ടായ 8 കിലോമീറ്റർ മേഖലകളിൽ സ്വാഭാവികമായി എനിക്ക് പിന്നിൽ ഇപ്പോഴും ആ മണ്ണ് നീക്കി അവിടങ്ങളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത് ഈ വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്ത്, ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് മനുഷ്യർക്കങ്ങ് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. കാരണം വലിയ ചതുപ്പാണ്. 3 ആൾ താഴ്ചയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. മുകളിൽ നോക്കിയാൽ മണ്ണാണെന്ന് തോന്നുന്നു. പക്ഷേ കാല് പതിച്ചാൽ നേരെ മണ്ണിൽ കൂപ്പ്
കുത്തുന്ന സാഹചര്യമായിരിക്കും. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഈ ഹിറ്റാച്ചികളിലെത്തി മണ്ണ് നീക്കം ചെയ്താണ് അവിടെ ഈ ദുഷ്കരമായ പരിശോധനകൾ തുടരുന്നത്. അതിനാണ് ഇത്തരത്തിൽ ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ദുരന്തമുഖത്തേക്ക് ഈ ഹിറ്റാച്ചികളുമായി അവർ എത്തുന്നത്. സ്വാഭാവികമായി അനുകരണീയമായ ഒരു മാതൃക. ഈ ദുരന്തമുഖത്തേക്ക് ഈ വലിയ ഭാരിച്ച ചിലവ് അത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഹിറ്റാച്ചികൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സജീവമായി ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായിരുന്നു ഓഫ് റോഡേഴ്സിന്റെ 4-വീൽ വാഹനങ്ങൾ. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി തന്നെ അവരോട് യാത്ര പറഞ്ഞ രീതി അത്രമാത്രം ഹൃദയസ്പർശവുമായിരുന്നു. ഈ മിഷനിൽ സജീവ പങ്കാളികളായിട്ടുള്ള മലപ്പുറത്തെ ഓഫ് റോഡ് ഗ്രൂപ്പായിട്ടുള്ള KL10 അവരുടെ അനുഭവങ്ങൾ ന്യൂസ് 18നോട് പങ്കുവയ്ക്കുകയാണ്. CV അനുമോദിന്റെ റിപ്പോർട്ട്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായിരുന്നത് 4-വീൽ ജീപ്പുകളുടെ ഓഫ് റോഡേഴ്സിന്റെ സാന്നിധ്യമാണ്. പലപ്പോഴും സാധാരണ വാഹനങ്ങൾക്ക് കടന്നെത്താൻ കഴിയാത്തിടത്ത് ഇവരാണ് കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മൾ ഋഷി രാജലക്ഷ്മിയുടെ വീഡിയോ കണ്ടതാണ്. എത്രമാത്രം ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം ഇവരോട് നന്ദി പറഞ്ഞിരുന്നത് എന്ന്. അതുമാത്രം മതി ഇവരുടെ ആ ഒരു മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിനെ അടയാളപ്പെടുത്താൻ. നമ്മോടൊപ്പം ചേരുന്നത് KL10 ഗ്രൂപ്പാണ്. ഇവരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് ഒരുപാട് ദിവസം ഒരുപാട് ദുഷ്കരമായ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ്, അതിൽ പങ്കെടുത്തവരാണ്. ഇതിലേറെ പേര്. ഒപ്പം നമ്മോട് ചേരുന്നത് ഫിലിപ്പ് മമ്പാട് സാറാണ്. അദ്ദേഹം ഇവരെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഇവിടെ വന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. ആദ്യം നമുക്ക് KL10 ഗ്രൂപ്പിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഈ ഒരു ആ ദിവസങ്ങളിലെ പ്രവർത്തനം നമ്മളെല്ലാം നേരിൽ കണ്ടതാണ്. അസാമാന്യമായിരുന്നു, അസാധ്യമായിരുന്നു പലതും. എങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ഇങ്ങനൊരു വയനാട് ഇത്രയും വലിയൊരു ദുരന്തം നടന്നു എന്നുള്ളത് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ വളരെ ദുഃഖകരമായിട്ടാണ് നമ്മളും ഉണർന്നത്. ആ ഒരു വാർത്ത കേട്ടിട്ടാണ്. തുടരെ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ KL10 ഗ്രൂപ്പിനകത്ത് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് മുന്നോട്ട് വരണമെന്ന് പറയുകയും അതിൽ ഏകദേശം 170 മെമ്പർമാരുള്ളതിൽ കുറച്ച് ആളുകളൊക്കെ അബ്രോഡാണ്. എങ്കിലും ഒരു 71-80ഓളം ആളുകൾ സ്വന്തം വാഹനവും എടുത്തിട്ട് ഞാൻ റെസ്ക്യൂവിന് പോകാൻ റെഡിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് സ്വയമേ കടന്നു വരികയാണ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ KL10 റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിനകത്തായിരുന്നു നമ്മളുടെ ബാക്കി റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം നടത്തിയിരുന്നത്. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനകത്തുനിന്ന് ഒരു മെഡിക്കൽ ടീമിനെ 60 പേരുള്ള ഒരു മെഡിക്കൽ സംഘത്തിനെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും ഈ പറഞ്ഞ ദുരന്ത ഭൂമിയിലേക്ക് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അത് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കോഴിക്കോടുണ്ട്. അവരുടെ കെയർ ഓഫിലാണ് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നത്. മിസ്റ്റർ സുജി എന്ന് പറയും പുള്ളിയുടെ പേര്. അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് വണ്ടികൾ വിട്ടുകൊടുത്തു. നമ്മുടെ വണ്ടികളാണ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ്. നമ്മുടെ വണ്ടികളും അവരുടെ വണ്ടികളും എല്ലാം ഒരുമിച്ച് കൂടി അവിടെ ചെന്നു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് വന്നത് കോൾ വന്നു. മേപ്പാടി CIയുടെ കോൾ വന്നു. ഇതുപോലെയുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ ഞങ്ങൾക്ക് വേണം, ഒരു 10ഓളം വാഹനങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ 10 അല്ല എത്ര വേണമെങ്കിലും തരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അവരുടെ അടുത്ത് മറുപടി പറഞ്ഞത്. നമ്മുടെ 10ഓളം വാഹനങ്ങളും ഏകദേശം ഒരു 10-20ഓളം നമ്മുടെ ക്ലബ് മെമ്പേഴ്സും അവിടെ പോവുകയും തുടർച്ചയായി 2-3 ദിവസം നമ്മൾ ഈ കണ്ട എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസിനും അവിടെ ഒരു ടീമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക ചെയ്യുന്നത്. പാരലലി ഈ ബോഡികളെല്ലാം ഒഴുകി വരുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നിലമ്പൂർ, മുണ്ടേരി ഭാഗങ്ങളിലൂടെയാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നും നമുക്ക് കോളുകൾ വന്നു, ഞങ്ങൾക്ക് ജീപ്പ് വേണം, ഫോറസ്റ്റിനകത്തേക്ക് പോകാനാണ്. ഈ ബോഡി കൊണ്ടുവരുന്ന സന്നദ്ധ പ്രവർത്തകരെല്ലാവരും, ഫയർഫോഴ്സും പോലീസും എല്ലാ സന്നദ്ധ പ്രവർത്തകരുടെയും പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രം. അവർ ആ ബോഡിയെല്ലാം 5-6 കിലോമീറ്റർ ചുമന്ന് വരുമ്പോൾ പുഴ ഇങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആംബുലൻസ് എത്തുന്ന ദൂരത്തേക്ക് 2-3 കിലോമീറ്റർ ഓഫ് റോഡ് ഓടാനുണ്ട്. അവിടെ ഇതുപോലെയുള്ള കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ബോഡി എടുത്തിട്ട് ആംബുലൻസിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളൂ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടത്തേക്ക് ഒരു 5 വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 12ഓളം വാഹനങ്ങളും കൊണ്ടുപോയി. ഇനി ഞങ്ങൾ 5 വണ്ടികൾ നിങ്ങൾ ഉള്ളിൽ കയറ്റി വിട്ടോളൂ, ബാക്കി ഇനി ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം, ആവശ്യം എടുക്കാമെന്ന്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ വണ്ടികളും അതിനകത്ത് കയറ്റിയിട്ട് അവിടെയുള്ള ഡെഡ് ബോഡികളെയും ബോഡി പാർട്സുകളെയും ആംബുലൻസിലേക്ക് കൊണ്ടുവരുന്നു. പോലീസ് ഓഫീസേഴ്സിനെ, ഫയർഫോഴ്സ് ഓഫീസേഴ്സിനെ, ബാക്കി സന്നദ്ധ സംഘടനകൾക്കുള്ള അവരങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഫുഡ് സപ്ലൈ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുണ്ടേരി ഭംഗിയായിട്ട് ചെയ്തു. ഈ പ്രളയം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം നടന്ന ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ മലപ്പുറം ജില്ലയിൽ MBH ഹോസ്പിറ്റൽ പരിസരത്ത് നിങ്ങളെല്ലാം കണ്ടതാണ്, വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഉള്ള ഒരു ബ്ലാക്ക് കളർ മഹീന്ദ്ര ബൊലേറോ നമ്മുടെ ക്ലബിലെ വാഹനമാണ്. നമ്മുടെ ഫ്രണ്ട് ഷിംലി എന്ന് പറയുന്ന ആളുടെ വാഹനമാണ്. പുള്ളി അവിടെ പോയിട്ട് MBH ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ, ഡോക്ടേഴ്സിനെല്ലാം റിക്കവർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ തൊട്ട് പുറകിലുള്ള വീടിലെ ഒരു ഗൃഹനാഥൻ, നടക്കാൻ പോലും കഴിയാത്ത ഒരു രോഗിയായി അവശനായിട്ടുള്ള ഗൃഹനാഥനെ റെസ്ക്യൂ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്.
അപ്പോൾ വയനാടാണെങ്കിലും പിന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനൊരു അനുഭവം വന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ്ങിനുള്ള സാധ്യതകളുള്ള മേഖലയിൽ നിന്നൊക്കെ ആളുകളെ നമ്മൾ ഒഴിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത്, കരുവാരക്കുണ്ട് എന്നുള്ളൊരു മെമ്പറുണ്ട് നമ്മുടെ ഷാഫി എന്ന് പറയും. പുള്ളി അവരുടെ നാട്ടുകാരായിട്ടുള്ള പഞ്ചായത്തിൻ്റെ അധികൃതർ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്, ഒരു 7 മണി സമയമൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ജീപ്പുകൾ വേണം, കാരണം ഇങ്ങനെ റെസ്ക്യൂ നടത്തി അവിടെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനാണ്. അതിനെന്താ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 196 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഏകദേശം 150ഓളം ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ജീപ്പുകളുണ്ട്. അത് 1942 തൊട്ടുള്ള ജീപ്പ് തൊട്ട് 2024 വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഓഫ് റോഡ് വാഹനങ്ങൾ വരെ നമ്മുടെ കയ്യിൽ ഇപ്പം റെഡിയാണ്. സോ നമ്മളൊരു അടുത്തൊരു ബാച്ച് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 15 വാഹനങ്ങളുമായിട്ട് കരുവാരക്കുണ്ട് പോവുകയും മലയോര മേഖലയിൽ താമസിക്കുന്ന ഈ ഒരു ദുരന്ത സാധ്യതയുള്ള ഏരിയയിലുള്ള ഒരു 120ഓളം ആളുകളെ അവിടെ നിന്നും ഇറക്കി ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും 2-3 ദിവസം കഴിഞ്ഞ് ഇതിന് ഭീഷണി മാറിയതിന് ശേഷം അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പം ഇത് ഇങ്ങനെ പലയിടങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം. സാർ, ഇപ്പോൾ സാധാരണഗതിയിൽ സാർ നിയമപാലകനും കൂടിയായിട്ട് ഇത്തരം ഓഫ് റോഡ് വാഹനങ്ങൾ റോട്ടിൽ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതിന് ടയർ തള്ളി നിൽക്കുന്നു, മറ്റേത് പുറത്ത് നിൽക്കുന്നു, ആദ്യം പിഴയടാക്കുന്നവരോടെയാണ്. പക്ഷെ നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും പട്ടാളം വരെ ആശ്രയിക്കുന്നത് ഇത്തരം വാഹനങ്ങളെയാണ്. സാർ, നിയമപാലകൻ എന്ന നിലയ്ക്കും അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാനിതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ എപ്പോഴും ഇപ്പം തന്നെ ഒരു 2 ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മളിത് സംഭവം നടന്നപ്പോൾ ആദ്യമായിട്ട് നിലമ്പൂരിലേക്ക് പോകണമെങ്കിൽ സാധാരണ വാഹനങ്ങളൊന്നും പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ വെള്ളം കയറുന്ന പ്രശ്നം വന്നപ്പോൾ ആദ്യം ഓർത്ത് ഈ കേൾട്ടൻ ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്പർ എടുത്ത് നമ്മളെ വിളിച്ച് ഞാൻ ഷാമിലിനാണ് വിളിച്ചത്. ഷാമിൽ വണ്ടി റെഡിയെന്ന് പറഞ്ഞു. അങ്ങനെ ഷാമിലും ഒരു സുഹൃത്തും കൂടെ സ്റ്റേഷന് പുറത്ത് വന്നു. പിന്നെ അവരുടെ വണ്ടിയിലാണ് നിലമ്പൂർ പോകുന്നതും. പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഒരു 10-12ഓളം ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ കൂടെ വന്ന് അവർ നിയമത്തിനകത്ത് ഒരുപാട് ഇതുണ്ട്, പിന്നെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഒരുപാട് പിന്നെ ബാധ്യതകളുണ്ട് നമുക്ക് സമൂഹത്തിൽ. കിട്ടൽ ലോ ആണ്. അപ്പോൾ എന്നിരുന്നാലും അത് മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്, അനുകരണമുണ്ട്. അതൊരു പക്ഷേ അതിനൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പലതും നിയമം അതിന് തടയിടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇവരുടെ മനസ്സുകളൊക്കെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് വെച്ചാൽ ഇവർ എത്രയോ വളരെ മനോഹരമായി സംസാരിച്ചത്. കാരണം ഇതെല്ലാം അവർ ചെയ്ത കോൺഫിഡൻസ് ആണ്. അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്, ഒരു ഇടമുണ്ട്. ആ ഇടത്തിൽ ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനകത്തില്ല. പിന്നെ എന്തിന് ചില നൂലാമാലകൾ എന്ന ചിന്തയാണ് അവർക്ക് വരുന്നത്. എന്നാലും ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു വാക്കുമില്ല, വിളിച്ചാൽ ഓടിവിടാൻ കഴിയുന്ന നല്ല മനക്കരുത്തുള്ള നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടൻ ഗ്രൂപ്പ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാലും നിയമത്തെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുക, അനുസരിച്ചോളാം എന്നൊക്കെ വാക്ക് ചേർത്ത് പിടിക്കാന്ന് കൂടെ പറയാം. ശരിക്കും വാഹനങ്ങൾ അതീവ ദുഷ്കരമായിരുന്നല്ലോ. മിലിറ്ററിയോടുള്ള സേവനം എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഒപ്പം വർക്ക് ചെയ്ത ആളുകളുണ്ട്. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബ് മാത്രമല്ല, അവിടെ വന്നിരിക്കുന്ന ആ ഒരു ദുരന്ത ഭൂമിയിലെത്തിയിരിക്കുന്ന ഓരോരുത്തരും നടത്തിയിരിക്കുന്ന വലിയ ഒരു അകമഴിഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഒരു വലിയ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഇത്രയും ദുഷ്കരമായ സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും ബോഡികൾ റിക്കവർ ചെയ്യാൻ സാധിച്ചത്. പോലീസ്, ഫയർഫോഴ്സ്, മറ്റു സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, മിലിറ്ററി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഋഷി സാറുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ തന്നെ ഓഫ് റോഡ് ക്ലബ്ബുകളായിട്ട് മെയിനായിട്ട് ഇതിലുണ്ടായിരുന്നത് ഒന്ന് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് ആൻഡ് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ്, മലപ്പുറം നമ്മുടെ കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബ്, വയനാട് ജീപ്പേഴ്സ് എന്ന് പറയുന്ന ഈ 4 ക്ലബ്ബുകളാണ് മെയിനായിട്ട് ഓഫ് റോഡേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. പുൽപ്പള്ളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും, ഈ ദുരന്തം നടന്ന സ്ഥലം വളരെ ചെറിയ ദൂരേ ഉള്ളൂ. സോ അവരാണ് അവിടെ ആദ്യം എത്തിയത് അവരാണ്. പിന്നെ വയനാട് ജീപ്പേഴ്സും, ഇവർ രണ്ടുപേരാണ് അവിടെ ഓടിയെത്തിയത്. പിന്നെ നമുക്കെല്ലാം ഇത്തരം കാര്യങ്ങളുടെ റിക്വയർമെൻ്റ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു UKO എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട്. കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജീപ്പ് ഓഫ് റോഡ് പാഷനേറ്റ്സിൻ്റെയും ഒരു ഗ്രൂപ്പാണ് അത്, യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് എന്ന് പറയും. അതിനകത്ത് വരുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഓരോരോ ഏരിയയിൽ ആളുകളുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ ആളുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഫോർവേഡ് ചെയ്ത് അങ്ങനെ വന്നതാണ് സത്യം പറഞ്ഞാൽ മുണ്ടേരിയിലുള്ള കോള് നമുക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടച്ച് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഷിസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഞാൻ ആക്ച്വലി അവിടെ പോയിട്ടുള്ള ആളല്ല. അവിടെ പോയ ഈ ഷിസാറിൻ്റെ കൂടെ കൊണ്ട് നടന്നിരുന്ന വണ്ടിയിലുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അവർ സത്യം പറഞ്ഞാൽ വളരെ പ്രൗഡായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും വലിയൊരു ആർമി ഓഫീസർ, ഇത്രയും രാജ്യം തന്നെ നമുക്കറിയാം
നമ്മുടെ മുൻ കരസേനാ മേധാവി ഇങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മോസ്റ്റ് ഫിയർലെസ് മാൻ ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിയൊരു ഓഫീസർ നമ്മളെ വന്നിട്ട് ഹഗ് ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ താങ്ക്സ് പറയുമ്പം അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് രോമാഞ്ചം വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നമ്മളൊരു പ്യുവർലി ആർമിയിൽ ജോയിൻ ചെയ്ത ആളുകളെ പോലെയായിരുന്നു. അവരുടെ ഡിസിഷൻസ്, അവരുടെ ഇൻസ്ട്രക്ഷൻസ് അതിന് ബേസ് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് എത്തുന്ന ഫുഡ് കഴിക്കുന്നത് സിസ്റ്റമാറ്റിക്. ഒരു ആർമിയിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് അവർക്ക് തോന്നി. ആർമി വാഹനങ്ങൾ പോലും പോകാത്തടത്താണ് നമ്മൾ വണ്ടി. തീർച്ചയായിട്ടും അവരുടെ കയ്യിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ വാഹനങ്ങളുണ്ട്, കേപ്പബിൾ ആണ്. പക്ഷേ ഇത്രയും ടയേഴ്സ് നമുക്ക് മെയിനായിട്ട് തന്നിരുന്ന ഒരു ടാസ്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ലാസ്റ്റ് നിൽക്കുന്ന സമയം നമ്മുടെ 2 വണ്ടി ഉണ്ടായിരുന്നത്. ഒന്ന് മെയിനായിട്ട് ആർമിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഞങ്ങളുടെ ഒരു വണ്ടിയിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമലി അല്ല, നമ്മുടെ ഡ്രോൺ വെച്ചിട്ട്, അഗ്രികൾച്ചറൽ ഡ്രോൺ വെച്ചിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് 2 ഡ്രോൺ ഉണ്ട്. ആദ്യം എവിടേക്കോ റിക്വയർമെന്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഫ്ലൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഈ മെയിൻ ഡ്രോൺ ഉണ്ടല്ലോ, ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള ഡ്രോൺ, ഏകദേശം ഒരു 10 kg ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡ്രോണാണ്. അത് വെച്ചിട്ട് നമുക്ക് വണ്ടി എത്താൻ പറ്റുന്നിടത്തോളം നമ്മൾ വണ്ടി എത്തിക്കും. അവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ നടക്കാൻ പോലും പറ്റില്ല, കാരണം അത്രയും ചെളിയായിരിക്കും. ഒരു റിമോട്ട് ഏരിയയിൽ ആണല്ലോ, അതുകൊണ്ട് അവിടേക്ക് ഈ ഡ്രോണിലാണ് പിന്നെ ഫുഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദിവസം ഏകദേശം ഒരു 100ഓളം പേർക്ക് ഫുഡ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി. ഈ വഴികളിലൂടെയുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര മുഷ്കരായിരുന്നു. കാരണം വെള്ളവും ചെളിയും എല്ലാം കെട്ടിക്കിടക്കുന്നില്ല. മനുഷ്യരെന്ന പോലെ അവിടെ മൃഗങ്ങൾ ഒരുപാട് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അത് ഇവരുടെ വണ്ടിയിലും ഇവരുടെ വണ്ടിയിലും ആരിസിന്റെ വണ്ടിയിലെല്ലാം പുല്ലുകളൊക്കെ പുറത്തുനിന്ന് കൊടുത്തിട്ടാണ് ഫാമിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മൃഗങ്ങൾക്കൊക്കെ. ഓഫ് റോഡ് അഡ്വഞ്ചർ നടത്തുന്ന സിറ്റുവേഷനൊക്കെ എത്രമാത്രം ഡിഫറൻ്റ് ആയിരുന്നു? നമുക്ക് പിന്നെ ഓൾറെഡി ടാക്കിൽ ഇറങ്ങി പരിചയമുള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് ലോക്കർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം താഴ്ന്നു കഴിഞ്ഞാൽ വിഞ്ചുണ്ട്, കെട്ടി വലിക്കാനുള്ള വിഞ്ചുണ്ട്. അതുകൊണ്ട് നമുക്കിത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനുള്ളൊരു പരിചയം കിട്ടുന്നത് ഇത്തരം അഡ്വഞ്ചർ ട്രാക്സുകളിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ വണ്ടിയായിട്ട് പോയി പരിചയിച്ചിട്ടാണ്. അത് എത്രമാത്രം ആവശ്യമാണ്? കാരണം ഈ ഒരു രക്ഷാപ്രവർത്തന സമയത്താണ് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കാണുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറച്ച് പറയുമൊന്നുമല്ല. നമ്മുടെ പോലീസിലാണെങ്കിലും ഫയർഫോഴ്സിലാണെങ്കിലും നമ്മുടെ ആർമിയിലൊക്കെ ആണെങ്കിലും അവരുടെ കയ്യിലെല്ലാം നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന പോലെയുള്ള കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാം ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഈവൻ ഒരു താറുകളുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരുടെ കയ്യിലൊക്കെ ഉള്ളത് സ്റ്റോക്ക് ടയേഴ്സാണ്, 80 ടയേഴ്സാണ്. അപ്പോൾ 80 ടയേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള സ്ലഷിലോ മഡിലോ പറ്റില്ല. ഈവൻ 4x4 ആണെങ്കിൽ പോലും അത് നമുക്കത് ആ ഒബ്സ്റ്റക്കിളിനെ കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് MT ടയേഴ്സ്, മഡ് ടയേഴ്സ് എന്ന് പറയും, ഇത്തരം ടയേഴ്സിൻ്റെ ആവശ്യകത. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന ഈ വിഞ്ച്, ഈവൻ 4 ടയറുകളും ട്രാക്ഷൻ കിട്ടാതെ കറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ഇലക്ട്രിക് വിഞ്ചിൻ്റെ സഹായത്തോടെ തൊട്ട് ഫ്രണ്ടിലുള്ള സോളിഡായിട്ടുള്ള മരത്തിലോ പാറയിലോ എവിടെയെങ്കിലും കൊളുത്തി കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ മലപ്പുറത്ത് കണ്ട സ്നോർക്കൽ, അപ്പം ആ സ്നോർക്കൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പൂപ്പാനെ അന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതുപോലെയുള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓഫ് റോഡ് ഇവൻറ്റുകൾ ഓടിച്ച് നമ്മുടെ മെമ്പേഴ്സിനാണെങ്കിലും നമ്മുടെ മെമ്പേഴ്സ് ഇതിൽ ഓടിക്കുന്ന ആളുകൾക്ക് ആ ഓടിച്ച് കിട്ടുന്ന എക്സ്പീരിയൻസ്, ഈ എൻ്റെ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനും എൻ്റെ വണ്ടി ആ കാണുന്ന ഒബ്സ്റ്റക്കിളിനെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഇവർ മുൻകാലങ്ങളിൽ ഇവൻറ്റുകൾ ഓടിച്ച് കിട്ടുന്ന എക്സ്പീരിയൻസെന്നും കോൺഫിഡൻസിനും മാത്രമാണ് അവർ അത്തരം ഇതിലേക്ക് ചാടിയിറങ്ങാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലൈറ്റ് മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും ഇന്നും ഗവൺമെന്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും എടുത്തു പറയേണ്ട വേറെ കാര്യമുണ്ട്. ഇപ്പോൾ മുണ്ടേരി നമ്മൾ റെസ്ക്യൂവിന് പോയപ്പോൾ ആ പുഴയുടെ അപ്പുറത്തുനിന്ന് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ നമ്മളെ റെസ്ക്യൂവിന് പോയ ആൾക്കാർക്ക് തിരിച്ചു വരാൻ ലൈറ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നു. അവിടെ ഫോറസ്റ്റിന്റെ വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ലോങ്ങിലൊരു പുഴന്ന് ഇവിടുന്ന് ലൈറ്റ് അടിച്ചെടുക്കുക എത്തേണ്ടി വന്നത് നമ്മളെ വണ്ടിയുടെ ലൈറ്റാണ്, അല്ലാത്ത ലൈറ്റുകളൊന്നും അവിടെ എത്തുന്നില്ല. എന്നിട്ട് ആ ഒരു പുഴയിലോട്ട് നമ്മളെ വണ്ടി കയറ്റി ഇറക്കി നമ്മൾ ലൈറ്റ് ആണ്ട് വിട്ടു. ഫോറസ്റ്റ് ജീപ്പ് അതേപോലെ ഒരുപാട് വണ്ടികൾ വണ്ടികൾ വിട്ടപ്പോൾ അവർക്ക് ലൈറ്റ് അങ്ങോട്ട് എത്തുന്നത്, നമ്മളെ വണ്ടിയുടെ ലൈറ്റും നമ്മളെ വണ്ടിയാണ് അവിടെ ഒരു ആശ്രയിച്ച് നിന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. തീർച്ചയായിട്ടും നമ്മളും ഫയർഫോഴ്സിനാണെങ്കിലും പോലീസിനാണെങ്കിലും ലൈറ്റിന് വേണ്ടി ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് 10,000 രൂപ എടുത്ത് ഒരു ഫൈൻ കൊടുത്ത വണ്ടി കൊണ്ടാണ് ഞാൻ പോയാണ്ട് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോഴും പറയുന്നത് ഒരിക്കലും പോലീസിനെയോ RTO ഒന്നും കുറ്റം പറയല്ല. നമ്മളിവിടെ എഴുതപ്പെട്ട നിയമങ്ങളിൽ വരേണ്ട ഭേദഗതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ലൈറ്റ് മോഡിഫിക്കേഷനൊക്കെ മോട്ടോർ വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു സിസ്റ്റം നമ്മൾ ഈ ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ RTO ചെക്ക് ചെയ്ത്
ഇത് പ്രോപ്പറായ രീതിയിലാണോ ചെയ്തത് എന്ന് വിറ്റ്നസ് ചെയ്തിട്ട് നമ്മൾ അഡീഷണൽ ടാക്സ് എന്തെങ്കിലും പേ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കിത് ആരെയും പേടിക്കാതെ യൂസ് ചെയ്യാൻ പറ്റും. അല്ല, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതിന് അധികാരികൾ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അനുകൂലമായ വരട്ടെ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും വലിയ കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള സമീപനം ആ നിയമ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിലും നടപടികളുടെ കാര്യത്തിലാണെങ്കിലും അതുകൂടി സ്വീകരിക്കണമെന്നാണ് വലിയ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിൽ ഭാഗവാക്കായ ഈ കേൾട്ടൺ ഗ്രൂപ്പിന് പങ്കുവെക്കാനുള്ളത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് പ്രത്യേക ക്യാമ്പുണ്ട്. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ക്യാമ്പുകൾ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ, IT മിഷൻ, അക്ഷയ എന്നിവ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എന്റെ മലയാളം ഇതിന്റെ അടയാളം, ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം, തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതിന്റെ അടയാളം, ഇതെന്റെ മലയാളം. കോഴിക്കോട് വിലങ്ങാട് ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് വിലങ്ങാട് സന്ദർശിക്കുകയാണ്. 4 അംഗ സംഘമാണ് എത്തുക. കഴിഞ്ഞ ദിവസം ഇവിടെ 100 പ്രഭവ കേന്ദ്രങ്ങളുണ്ട് എന്ന് ഡ്രോൺ സർവേയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തുന്നത്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്നതാണ് സംഘം. ഡ്രോൺ പരിശോധന നടത്തിയിരുന്നില്ല. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ അറിഞ്ഞ ശേഷമാകും പുനരധിവാസം സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് നൽകുക. മോർണിംഗ് വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ, ഒപ്പം തമിഴ്നാട്ടിൽ വലിയൊരു അപകടം സംഭവിച്ചു. 5 വിദ്യാർത്ഥികൾക്ക് മരണം സംഭവിച്ചു. ആ വാർത്തയിലേക്ക് എത്താം. ഇടവേള. നമുക്ക് അവർക്ക് ജോലി കൊടുക്കാം. മോർണിംഗ് വൈബ്സ് തുടരുന്നു. ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു അപകടം തമിഴ്നാട്ടിലുണ്ടായി. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലാണ് ട്രക്കും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ചെന്നൈ തിരുപ്പതി ദേശീയപാതയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ചെന്നൈ SRM കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചവർ. മരിച്ച 5 പേരും ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ സ്വദേശികളാണ്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തിരുവള്ളൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിച്ചേക്കും. ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് ഇത്തരത്തിലൊരു തീരുമാനം. ഇന്ന് ബംഗളൂരുവിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഏത് രീതിയിലുള്ള തെരച്ചിൽ നടത്തണമെന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും. ഇതിനിടയിൽ കർണാടക ഹൈക്കോടതിയിൽ തെരച്ചിൽ സംബന്ധിച്ച ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തെരച്ചിൽ പുരോഗതി അറിയിക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. KV ബൈജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്.
നമ്മൾ 28 ദിവസമായി ആ ദുരന്തമുണ്ടായി. അർജുൻ എന്ന യുവാവ് കാണാമറയത്തായിട്ട്. അർജുനെ കൂടാതെ 2 പേർ കൂടി ഉണ്ടല്ലോ ആ ദുരന്തത്തിൽപ്പെട്ടവർ. തെരച്ചിലുള്ള സാധ്യത എന്താണ് ബൈജു? ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കായിരുന്നല്ലോ പ്രധാന പ്രശ്നം. അത് 4 നോട്ട്സിൽ താഴെയായി എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എൽദോ. തീർച്ചയായും ഇന്ന് വളരെ നിർണായക ദിവസമാണ്. അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ബംഗളൂരുവിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും ഏത് രീതിയിലുള്ള തിരച്ചിലാണ് നടത്തേണ്ടതെന്നാണ് ഈ യോഗത്തിൽ ആലോചിക്കുന്നത്. അത് NDRF ആയിരിക്കും മേൽനോട്ടം വഹിക്കുക. ഇതിലേറ്റവും പ്രധാനം അടിയൊഴുക്കാണ്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 4 നോട്ട്സിലേക്ക് എത്തിയെന്ന ഏറ്റവും പുതിയ വിവരമാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത്. അത് നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. 11 മണിയോടുകൂടി നാവികസേനയുടെ സംഘം ഗംഗാവലി പുഴയിലെത്തി ഈ പരിശോധന നടത്തും. എന്തായാലും നാളെ തിരച്ചിൽ തുടരാനാണ് സാധ്യത. അതിനുള്ള സൂചനകളൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും നാവികസേന ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഇന്ന് നടത്തുന്ന പരിശോധനയും നിർണായകമാണ്. 4 നോട്ട്സ് എങ്കിൽ പരിശോധന തുടരാമെന്നാണ് നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈശ്വർ മൽപ്പ കൂടി ഈ തെരച്ചിലിൽ ഉണ്ടാകും. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ നടക്കുക. നാവികസേന ഇവർക്ക് സഹായം നൽകും. ഏതായാലും സൈന്യം ഈ തെരച്ചിലിൽ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം കരയിലെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഇനി പുഴയിലാണ് തെരച്ചിൽ നടത്തേണ്ടത്. പ്രധാനമായും മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ മാർക്ക് ചെയ്ത മാർക്ക് 4 അവിടെയാണ് പ്രധാനമായും ലോറി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോറി പുറത്തേക്കെടുക്കാനായിരിക്കും ശ്രമിക്കുക. അതിനായുള്ള ഏതൊക്കെ ഉപകരണങ്ങൾ അത്തരത്തിൽ വേണം, ഇതൊക്കെയാണ് ഇന്ന് ബംഗളൂരുവിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരച്ചിൽ നിർത്തി വലിയ ആശങ്കയാണ്. ഇത് എപ്പോൾ തിരച്ചിൽ തുടരുമെന്ന കാര്യത്തിലൊക്കെ അതിനൊക്കെ വിരാമമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ പ്രദേശത്ത് കൊങ്കൺ മേഖലയിൽ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൽ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു കാരണവും. ഏതായാലും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി ഷിരൂരിലെത്തുന്നുണ്ട്. ജിതിൻ ഉൾപ്പെടെ ഷിരൂരിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോറി ഉടമയായ മനാഫ് ഇപ്പോഴും ഷിരൂരിൽ തന്നെയുണ്ട്. എന്തായാലും പുതിയ ദൃശ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞ് ഒഴുക്ക് തീരെയില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രൗദ്രഭാവത്തോടെയായിരുന്നു ഈ ഗംഗാവലി പുഴ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ മാറി ആ ഒഴുക്ക് പൂർണ്ണമായും കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ വരുന്ന സമയങ്ങളിൽ വലിയ തോതിൽ മഴ ഉണ്ടാകാൻ വരികയാണെങ്കിൽ അത് വലിയ പ്രതികൂലമായി തന്നെ ബാധിക്കും. എൽദോ സൂചിപ്പിച്ചതുപോലെ 28 ദിവസമായിരിക്കുന്നു അർജുൻ കാണാമറയത്ത് ആയിട്ട്. അതുമാത്രമല്ല 2 കന്നഡികർ കൂടി ഈ മണ്ണിനടിയിലോ പുഴയിലോ ആയുണ്ട്. ജഗന്നാഥും ലോകേഷും അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും കർണാടക ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഇന്ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും കർണാടക സർക്കാരിനോട് ഇതുവരെയുള്ള തിരച്ചിൽ പുരോഗതി അറിയിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും 12 മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എൽദോ. ബൈജു, ഈ ബംഗളൂരുവിൽ ചേരുന്ന ഉന്നതതല യോഗമുണ്ടല്ലോ, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അതിൽ ഇനി നമ്മൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ അർജുനെ പ്രതിനിധീകരിച്ച് അർജുൻ്റെ ആവശ്യം ഉന്നയിക്കാനായി ആരെങ്കിലും ഉണ്ടാകുമോ? ഈ ഉന്നതതല യോഗം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിലുള്ളത്? എൽദോ, കേരളത്തിൽ നിന്നും പ്രതിനിധീകരിച്ച് ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഇതിൽ ഏത് രീതിയിലാണ് ഈ തിരച്ചിൽ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ഈ യോഗം. ഇതിൽ ഉത്തര കന്നഡ കലക്ടർ ഓൺലൈനിലൂടെ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കലക്ടർ നേരത്തെ തന്നെ ഈ പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞത് സംബന്ധിച്ച് റിപ്പോർട്ട് അത്തരത്തിൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ചിരുന്നു. ഏതായാലും ഇതിൽ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഇടപെട്ടിരുന്നു. അതാണ് ഈ തെരച്ചിലിന്റെ വേഗത ഇപ്പോൾ വീണ്ടും വർദ്ധിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ്, സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളത്തോടുകൂടി മന്ത്രി എത്തുമെന്നാണ് അറിയുന്നത്. നിലവിൽ കേരളത്തിന്റെ ഏതെങ്കിലും പ്രതിനിധിയോ ഈ കുടുംബത്തിന് ആരെങ്കിലും അർജുന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇത് തികച്ചും ഉദ്യോഗസ്ഥതല യോഗമാണ്. ഏത് രീതിയിലാണ് തെരച്ചിൽ നടത്തേണ്ടതെന്ന് സംബന്ധിച്ച ഒരു കൂടിയാലോചനയാണ്. നമുക്കറിയാം നേരത്തെ ബൂം എസ്കലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിരുന്നു.
അതൊക്കെ വീണ്ടും എത്തിക്കണോ, ഈ മണ്ണ് ഏതെങ്കിലും തരത്തിൽ പുറത്തെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവോ, ഇതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും. അതിനുശേഷം ഏത് സംവിധാനം ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തേണ്ടത്, ഏത് രീതിയിലാണ് തെരച്ചിൽ നടത്തേണ്ടതെന്നാണ് പ്രധാനമായും യോഗത്തിൽ ആലോചന ഉണ്ടാവുക. ഏതായാലും നാവികസേന ഉദ്യോഗസ്ഥർ ഈ ഓൺലൈനിലൂടെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന ഒരു വിവരം ഏതായാലും ലഭിക്കുന്നുണ്ട്. എന്തായാലും നാവികസേന ഉദ്യോഗസ്ഥർ 11 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിൽ എത്തുന്നുണ്ട്. അവർ ഇന്ന് വെള്ളത്തിന്റെ അടിയൊഴുക്ക് പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 4 നോട്ട്സിന്റെ അടുക്കെ എത്തിയിരിക്കുന്നു ഈ അടിയൊഴുക്ക് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 4 നോട്ട്സ് വരെ ആയാൽ മുങ്ങൽ വിദഗ്ധർക്ക് തെരച്ചിൽ നടത്തും എന്ന നേരത്തെ തന്നെ നാവികസേന വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം കാർവാറാണ് നാവികസേന ആസ്ഥാനമുള്ളത്. 1 മണിക്കൂറിനകം അവർക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഒപ്പം ഈശ്വർ മൽപ്പ 3 മണിക്കൂർ യാത്ര മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹവും ആ രീതിയിൽ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാ സംവിധാനങ്ങളും ഷിരൂരിൽ എത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്, ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും ബന്ധുക്കൾ വലിയ തോതിൽ പരാതി ഉയർത്തിയിട്ടുണ്ട്. ഇത് ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് KC വേണുഗോപാലുമായി കുടുംബം ബന്ധപ്പെട്ടത്. അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നാളെ തിരച്ചിൽ ഉണ്ടാകുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ കുടുംബത്തിനും ഉള്ളത്. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കർണാടക സർക്കാർ പോകുന്നത്, ഇതിൽ പ്രത്യേകിച്ച് കർണാടക ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉള്ള സാഹചര്യത്തിൽ ഇത് തിരച്ചിൽ ഇനി മുന്നോട്ട് വൈകിപ്പിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തിരച്ചിൽ ഉടൻ ആരംഭിക്കാൻ തന്നെയാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. എന്തായാലും നമുക്കറിയാം അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെ കേരളം ഒന്നാകെ കാത്തിരുന്ന അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുമോ, ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമോ, അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. വലിയ ചോദ്യങ്ങൾ അതൊക്കെയുണ്ട്. ഏതായാലും ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതോടെ കൂടുതൽ സംവിധാനങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്ന സംബന്ധിച്ച കാര്യങ്ങൾ എടുത്തിട്ടുള്ളതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ റൈറ്റ്, KV ബൈജു ആണ് വിവരം നൽകിയത്. ഷിരൂരിൽ നാളെ തെരച്ചിൽ പുനരാരംഭിച്ചേക്കുമെന്നുള്ള സൂചനയാണ് ബൈജു നൽകുന്നത്. ഇന്ന് ഉന്നതതല യോഗമുണ്ട് ബംഗളൂരുവിൽ, അതിൽ നിർണായകമായിട്ട് തീരുമാനമുണ്ടാകും. ഒപ്പം ബംഗളൂരുവിൽ അവിടെ കർണാടക ഹൈക്കോടതിയിലും ഇന്ന് ഈ വിഷയം പരിഗണനയിലുണ്ട്. അപ്പോൾ എന്താണ് നിലപാട് എന്നുള്ളത് സർക്കാരിൻ്റേത് എന്നും വ്യക്തമാകും. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ യോഗം ചേരും. രാവിലെ 10:30 യോഗം ആരംഭിക്കും. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരള MPമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയും ഉപസമിതിയും ഡാമിന്റെ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. വടകരയിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് ഡയറി വടകര പോലീസ് ഇൻസ്പെക്ടർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ലീഗ് പ്രവർത്തകനായിട്ടുള്ള PK ഖാസിം നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ വരുന്നത്. കേസിൽ PK ഖാസിമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്നാണ് വടകര പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും PK ഖാസിമിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നേരത്തെ ഹൈക്കോടതി അറിയിച്ചത്. കേസിലെ ഗൂഢാലോചന, വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ഖാസിം നൽകിയ ഹർജിയിലെ ആവശ്യം. ആലപ്പുഴ പൂച്ചാക്കലിൽ രഹസ്യമായി മറവ് ചെയ്ത നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെങ്കിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് പോലീസ്. കുഞ്ഞിന്റെ അമ്മ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു അത് എന്താണെങ്കിലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. പോലീസ് അന്വേഷണം ഏത് തരത്തിലാണ്? എൽദോ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നവജാത ശിശുവിന്റെ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ കാര്യമായി ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് നിരീക്ഷണത്തിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അവർ ഉള്ളത്. ഒപ്പം തന്നെ ഇന്നലെ ഈ കുട്ടിയുടെ, അതായത് ഈ പെൺകുട്ടിയുടെ
ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആൺ സുഹൃത്തിനെയാണ് ഇന്നലെ ആ സ്പോട്ടിൽ, അതായത് തകഴിയിലെ കൊല്ലനോടി പാടശേഖരത്ത് കൊണ്ടുവന്ന് കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലം പോലീസിനെ കാണിച്ചു കൊടുത്തതിന് ശേഷമായിരുന്നു അവിടെ പരിശോധന നടത്തിയത്. തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് പറയുന്ന നവജാത ശിശുവാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മറ്റ് കൊലപാതകമാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ ആൺ സുഹൃത്ത് പറയുന്നത് കുട്ടി മരിച്ചു എന്നുള്ളതാണ് തന്നെ ഈ പെൺകുട്ടി വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആണ് അവിടെ എത്തി അതിന് മറവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിനുവേണ്ടി കൂട്ടുനിന്നുള്ള കാര്യമാണ് പറയുന്നത്. മറ്റൊന്നും അറിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ ആൺ സുഹൃത്ത് ഉള്ളത്. അതേസമയം ഈ രഹസ്യങ്ങളുടെ വിവരങ്ങൾ പുറത്തറിയണമെങ്കിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട ആൾ യുവതി തന്നെയാണ്. ഇന്ന് എന്തായാലും നിർണായകമായി ഈ കേസിൽ നിർണായകമായ പോസ്റ്റ്മോർട്ടം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കും. അതിനുശേഷം മാത്രമേ കൊല്ലപ്പെട്ടതാണോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്താൻ പോലീസിന് കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൊലപാതക കുറ്റമടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് ഇന്നലെ ഇട്ട എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് കുട്ടിയുടെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യൽ, മറ്റ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടുകൾ അത് പ്രകാരമാണ് പോലീസ് ഇന്നലെ ഈ കുട്ടിയുടെ അമ്മയ്ക്കും ഒപ്പം തന്നെ ആൺ സുഹൃത്തിനുമെതിരെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കേസിൽ പ്രതിയായി ഉള്ളത്. അതോടൊപ്പം തന്നെ തകഴി സ്വദേശിയായ മറ്റൊരാളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഈ യുവതിയുടെ ആൺ സുഹൃത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ തകഴി സ്വദേശി, അതായത് അയാളുടെ വീടിനടുത്താണ് ഈ കുട്ടിയുടെ അടുത്തുള്ള പാടശേഖരത്തിലാണ് കുട്ടിയെ മറവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആൺ സുഹൃത്തിന്റെ സുഹൃത്ത് ഇപ്പോഴും അവിടെ കസ്റ്റഡിയിൽ, പൂജക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ ഈ യുവതിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡ് നടപടികളിലേക്ക് പോലീസ് പോയി. ഇന്നലെ റിമാൻഡിലേക്ക് അയാൾ കടന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പെൺകുട്ടി യുവതി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം അവരുടെ കുടുംബത്തിന് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജസ്ഥാനിൽ ഉപരിപഠനത്തിന് പോയ ഘട്ടത്തിലാണ് ഈ രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാവുകയും പിന്നീട് തിരുവനന്തപുരത്ത് ഇവർ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇതൊരു പ്രണയത്തിലേക്ക് മാറിയത് എന്നുള്ള വിവരമൊക്കെ പോലീസിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പക്ഷേ പിടിച്ച ഘട്ടം മുതൽ തന്നെ, പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വന്ന ഘട്ടം മുതൽ തന്നെ കുട്ടി മരിച്ചതിനെ സംബന്ധിച്ച് തനിക്ക് വിവരമില്ല, അതായത് തന്റെ കയ്യിലേക്ക് കിട്ടുന്നത് മരണപ്പെട്ട കുട്ടിയാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആൺ സുഹൃത്ത് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ആരോഗ്യസ്ഥിതിയിൽ വീണ്ടെടുത്ത ശേഷം ആ യുവതിയെ തന്നെ പോലീസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സംഭവങ്ങളെ ചുരുളഴിയുന്നത് തന്നെ ഈ യുവതി, അതായത് 7 പുലർച്ചെ 1:30 പ്രസവം നടന്നു എന്നുള്ളതാണ്, വീട്ടിൽ പ്രസവം നടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇത് 8-ാം തീയതിയോട് യുവതി അവശയാകുന്നു. യൂട്രസിൽ അണുബാധ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീടാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അവിടെ എത്തി അവിടുത്തെ ആശുപത്രി അധികൃതർ പരിശോധന നടത്തിയപ്പോഴാണ് പ്രസവം നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. അമ്മത്തൊട്ടിലിൽ കുട്ടിയെ ആദ്യമാക്കി എന്നുള്ള വിവരമാണ് ഇവർ നൽകുന്നത്. പക്ഷെ പിന്നീട് ചോദ്യം ചെയ്യൽ കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള മറുപടികളാണ് ഈ യുവതി നൽകിയത്. അപ്പോഴാണ് ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നുകയും പൂച്ചക്കൽ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി, മിനിഞ്ഞാന്ന് രാത്രിയോടെ കൂടി തന്നെ ആൺസുഹൃത്ത് താമസിച്ചിരുന്ന ഈ തകഴി കൊല്ലനോടി പാടശേഖരത്തിന് സമീപമുള്ള ആൺസുഹൃത്തിന്റെ കൂട്ടുകാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ മറവ് ചെയ്തു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കുഞ്ഞിനെ എന്തായാലും ഇന്നലത്തെ കൊല്ലനോടി പാടശേഖരത്തിന്റെ പാടവരമ്പിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. പെൺകുട്ടിയുടെ അമ്മയ്ക്കും ഇതിലൊരു വ്യക്തതയില്ലേ? പെൺകുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ലേ വീട്ടിൽ നടന്ന പ്രസവവും? ആരാണ് ഈ പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? വീട്ടുകാർ തന്നെയാണോ? ഈ ആൺസുഹൃത്തിന്റെ കൂടെ സഹായം തേടിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ യുവതി, അതായത് ഇപ്പോഴും നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ വീട്ടുകാർക്ക് ഗർഭാവസ്ഥയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവശ്യ നിലയിലായ ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം ഒരുപക്ഷെ വീട്ടുകാർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ദീർഘമായ ഗർഭാവസ്ഥയെ കുറിച്ച് വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ള മൊഴിയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. എന്തായാലും യുവതിക്ക് കാര്യമായ അണുബാധ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അവരുള്ളത്. അവരെ ചോദ്യം
ചോദ്യം ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പോലീസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനുശേഷം ഇവരെ കസ്റ്റഡിയിലേക്ക് വിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ എൽദോ ചോദിച്ചതുപോലെ തന്നെ അവിശ്വസനീയമാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് വീട്ടുകാരൊന്നും അറിഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ അറിഞ്ഞില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. അവസാനം ഈ ആശുപത്രിയിലേക്ക് പോയ ഘട്ടത്തിൽ അവർ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ രക്തസ്രാവവും ഒപ്പം തന്നെ യൂട്രസിൽ അണുബാധവും ഒക്കെ ആയാണ് ഇവർ ചെല്ലുന്നത്. ഈ പ്രസവ സംബന്ധമായി എടുക്കേണ്ട തുടർ കാര്യങ്ങളൊന്നും തന്നെ ആ സംഭവത്തിൽ ഉണ്ടായിട്ടിരുന്നില്ല. ഇനി അങ്ങനെയാണോ കുട്ടി മരിച്ചത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഫോറൻസിക് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഉപരിപഠനം നടത്തിയിരുന്ന ഒരു യുവതിയാണ് ഇവരെന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ കൂടിയാണ്. എന്തായാലും വീട്ടുകാർ അറിഞ്ഞില്ല എന്നുള്ള നിലപാടാണ് പോലീസ് ഇപ്പോഴും നമ്മളോട് പങ്കുവെക്കുന്നത്. ഇതുവരെ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു എന്നുള്ള വിവരമാണ്. ഈ നിലവിൽ ഇവർ രണ്ടുപേരെയും മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ തന്നെ എഫ്ഐആറിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രാഥമികമായി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്തു, അതായത് ഈ ആൺസുഹൃത്തിന്റെ കൂട്ടുകാരനെയും, അതായത് തകഴിയിലെ ആൺസുഹൃത്തിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ 3 ദിവസമായി ഈ രണ്ടാം പ്രതിയായ യുവതിയുടെ ആൺസുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇത് നിലവിൽ ഈ പറഞ്ഞ പോലെ പ്രസവ സമയത്ത് കുട്ടി മരിച്ചതാണോ എന്നുള്ള സംശയവും ഒക്കെ പോലീസിന് ഉണ്ട്. അത്തരത്തിൽ ഈ പ്രിമേച്ചർ ബേബി ആണോ എന്നുള്ളൊരു സംശയം, അതായത് വളർച്ചയെത്താത്ത കുട്ടിയാണോ എന്നുള്ള സംശയമൊക്കെ പോലീസിന് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ദൂരീകരിക്കാനാവൂ അത്തരം സംശയങ്ങൾ. എൽദോ റൈറ്റ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് ചുരുളഴിയേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ പെൺകുട്ടിയിൽ നിന്നും കൂടുതൽ ചോദിച്ചറിയേണ്ട സാഹചര്യമാണ്. അത് ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥയിൽ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നിലവിലെ ചെയർമാൻ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 34 അംഗ കൗൺസിലിൽ UDF-ന് 13, LDF-ന് 12, BJP-ക്ക് 8 സീറ്റുകളുമാണ് ഉള്ളത്. രാജിവെച്ച ചെയർമാൻ സനീഷ് ജോർജ് UDF-ന് പിന്തുണ നൽകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെന്നാൽ ഭരണം UDF-ന് ലഭിച്ചേക്കും. അതേസമയം UDF-ലെ അസംതൃപ്തരെ കൂടെ കൂട്ടി ഭരണം പിടിക്കാൻ LDF-ഉം രംഗത്തുണ്ട്. രാവിലെ 11 മണിക്കാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ഭക്തിയുടെ നിറവിൽ ശബരിമലയിൽ നിറപുത്തിരി പൂജകൾ നടന്നു. രാവിലെ 5:45-നും 6:30-ക്കും മധ്യയായിരുന്നു പൂജ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കിഴക്കേ മണ്ഡപത്തിലെത്തിച്ച നെൽക്കതിരുകൾ പൂജിച്ച ശേഷം തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് പ്രസാദമായി നൽകി. നിറപുത്തിരി പൂജകൾക്ക് ശേഷം ഇന്ന് രാത്രി 10 മണിക്ക് നട അടയ്ക്കും. ചിങ്ങമാസ പൂജയ്ക്കായി 16-ാം തീയതി വീണ്ടും നട തുറക്കും. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി. മാധബി ബുച്ച് രാജിവെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തം ആർക്കാണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ഉത്തരവാദി പ്രധാനമന്ത്രിയോ സെബി അധ്യക്ഷയോ അദാനിയോ ആണോ എന്നും രാഹുൽ ഗാന്ധി ചോദ്യമായി ഉന്നയിച്ചു. ഒരിടവേള കൂടി. തീർച്ചയായിട്ടും ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടപ്പിറപ്പെന്ന വരദാനമേ ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ ഇതെന്റെ മലയാളം ഇതെന്റെ അടയാളം
എന്റെ മലയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം എന്റെ അടയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം എന്റെ മലയാളം ഇതെന്റെ അടയാളം ഇതെന്റെ മലയാളം. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഏറ്റെടുത്ത് കോഴിക്കോട് ഓമശ്ശേരി തെച്ചിയാട് അൽ ഇർഷാദ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദുരിതത്തിൽ അകപ്പെട്ടു പോയ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഓമശ്ശേരി അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് വിമൻസ് കോളേജിൽ സൗജന്യ ഡിഗ്രി പഠനത്തിന് അവസരമൊരുക്കിയാണ് അൽ ഇർഷാദ് സ്ഥാപനങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള CK ഹുസൈൻ മുഹമ്മദ് നിബാരി മുന്നോട്ട് വന്നിരിക്കുന്നത്. BSc സൈക്കോളജി, BA എക്കണോമിക്സ്, BSc സുവോളജി, BCom എന്നീ കോഴ്സുകളിലായിട്ടാണ് ദുരിതത്തിൽ അകപ്പെട്ടവരെ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി ഏറ്റെടുത്ത് പഠിപ്പിക്കുക എന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. വയനാട്ടിലെല്ലാം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ക്യാമ്പുകളിലെത്തി മുടി വെട്ടി നൽകി സന്നദ്ധ സംഘടന. കോഴിക്കോട് നിന്നുള്ള മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള IHRCUവിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിലുള്ളവരുടെ മുടി വെട്ടി നൽകിയത്. 220ഓളം പേരുടെ മുടി വെട്ടിയാണ് സംഘം ചുരമിറങ്ങിയത്. IHRC സംസ്ഥാന ഭാരവാഹി നൌഷാദ് തെക്കയിൽ എത്തിച്ച സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ബാർബർമാരുടെ നേതൃത്വത്തിലായിരുന്നു സേവനം. മേപ്പാടി, കൽപ്പറ്റ ക്യാമ്പുകളിലുള്ളവരുടെ മുടിയാണ് വെട്ടിക്കൊടുത്തത്. A വിജിത്ത്, P ഉദയൻ, P പ്രജീഷ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. നൌഷാദ് തെക്കയിൽ, K സുരേഷ്, A ജിംഷിദ് എന്നിവരും പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ്സുണ്ട്. ദുരന്തശേഷം മുണ്ടക്കൈയിലേക്ക് പോകാതെ ചൂരൽമലയിൽ ആ സർവീസ് അവസാനിപ്പിക്കും. ദുരന്തം ഉരുളായി പൊട്ടിയിറങ്ങിയതോടെ സ്ഥിരം യാത്രക്കാരിൽ പലരെയും ഈ ബസ്സിന് നഷ്ടമായി. സമാനതകളില്ലാത്ത ഒരു ദുരന്തം മുണ്ടക്കയെ വല്ലാതെ ബാധിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും രാവിലെ 8:30 മണിക്ക് ഇവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ബസ്സാണിത്. മുണ്ടക്കൈ എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ്. പക്ഷേ ഇത് ചൂരൽമല എന്ന് ബോർഡ് മാറ്റിയിരിക്കുന്നു. കാരണം മുണ്ടക്കൈ എന്ന ഭൂമിയിലേക്ക് ഇപ്പോൾ ഈ ബസ്സിന് യാത്ര സാധ്യമല്ല. ഇന്ന് ഞങ്ങളും ഈ ബസ്സിൽ യാത്രക്കാരാണ്. ഞാനും S വിനേഷ് കുമാറും ആ ബസ്സിലെ ജീവനക്കാർക്കും ഒപ്പം യാത്രക്കാർക്കും ഒപ്പം. ദുരന്തഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഈ കൽപ്പറ്റ മുണ്ടക്കൈ യാത്ര വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം മുണ്ടക്കൈ, ചൂരൽമല എന്നൊക്കെയുള്ളത് വലിയ ഒരു ടൂറിസം കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച് ഇരുവശത്തും മലനിരകളാലൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട മേഖല. ആ യാത്ര ആസ്വദിച്ചിരുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ ഇന്ന് ഞാനും വിനേഷും ഈ ബസ്സിൽ കയറുമ്പോൾ അതിന്റെ മൂഡ് ഒന്ന് വേറെയാണ്. കാരണം യാത്രക്കാരുടെ എണ്ണം തുലവും കുറവാണ്. നേരത്തെ ഡ്രൈവറോടും കണ്ടക്ടറോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ടിരുന്ന ഒരു ബസ്സാണ്. ഒരുപാട് മുണ്ടക്കൈ നിവാസികൾ ആശ്രയിച്ചിരുന്ന ഒരു ബസ്സാണ്. പക്ഷെ അവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല. വിനേഷ്, നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഇടയിലും ഇത്തരം സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരുന്ന 2 പ്രധാന പട്ടണങ്ങളാണ്. ഒന്ന് കൽപ്പറ്റയും മറ്റൊന്ന് മേപ്പാടിയും. ആ പ്രദേശത്തെ ആ ഭൂപ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഒറ്റ രാത്രി നേരം വെളുത്തപ്പോഴേക്കും ആ നാട് തന്നെ, അതായത് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശമേ ഇല്ലാതായി, ചൂരൽമലയും ഇല്ലാതായി. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ഒരു ബസ് സർവീസ് നടത്തുന്നുണ്ട്. ദുരന്തഭൂമിയോളം ബസ് പോകുന്നില്ലെങ്കിൽ പോലും പരമാവധി ദൂരം ഓടിക്കുക എന്ന് തന്നെയാണ് KSRTC. അങ്ങനെ തന്നെയാണ് അവരുടെ. ഇതൊന്നും ഇന്നലെ നമ്മൾ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം
സമയത്ത് മാത്രമാണ് ഈ ബസ് സർവീസ് നടത്തായിരുന്നത്. ആ ദുരന്തത്തിന്റെ ഒരു വലിയൊരു ആഘാതം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സർവീസ് ഇത് തുടങ്ങുമായിരുന്നു അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇതിനകത്ത് ഇങ്ങനെയൊന്നും അല്ല, ഇത് മുഴുവൻ ആളുകളായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചിരുന്ന ഒരു റൂട്ട് കൂടിയാണിത്. കാരണം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആളുകൾ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചില സമയത്ത് ഇവിടെ വയനാട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് രാത്രി 9:30 ഒരു മുണ്ടക്കൈ ബസ് ഉണ്ട്. ആ ബസ് നിറയെ ആളായിരിക്കും, തൂങ്ങി പിടിച്ചായിരിക്കും ആളുകൾ ഉണ്ടാകുക. അവരൊക്കെ ഈ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ ഉള്ള ആളുകൾ, വെള്ളാർമല ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ആ ബസ്സിനെയാണ് പ്രധാനമായും 2-3 ട്രിപ്പുകൾ ഉണ്ട് തോന്നുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക്, ചൂരൽമലയ്ക്ക് മുണ്ടക്കൈ. അതിൽ മുഴുവൻ ആളുകളായിരിക്കും. അവർ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനുമൊക്കെ മേപ്പാടി കഴിഞ്ഞാൽ പിന്നെ കൽപ്പറ്റ ജില്ലാ ആസ്ഥാനമാണ് വയനാടിന്റെ, പല ആവശ്യങ്ങൾക്കും വന്നുകൊണ്ടിരുന്നതാണ്. ആ ആളുകളൊക്കെ ഒരുപക്ഷെ ഈ സീറ്റിൽ എവിടേക്കോ ആ ആളുകളൊക്കെ ഇരിക്കേണ്ടവരായിരുന്നു. അവരൊന്നുമില്ലാതെ ഈ ബസ് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കും അതൊരു ദുഃഖകരമായ കാര്യമാണ്. ഈ സ്ഥിരമായി വന്നു പോകുന്നവരുണ്ട് അല്ലെ? അങ്ങനെ സ്ഥിരം യാത്രക്കാരായിട്ടുള്ള മുണ്ടക്കൈ നിവാസികളായ ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുകയായിരുന്നു നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവർ. തീർച്ചയായും സ്ഥിരമായി, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഒരു റൂട്ടായിരുന്നു. പക്ഷെ ഇപ്പോ നിർഭാഗ്യവശാൽ ആ ആളുകളൊന്നും തന്നെ അങ്ങോട്ടുള്ള യാത്രക്കാരൊന്നുമില്ല. ഒരു പക്ഷെ ഇപ്പോ ഇതിനകത്തുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ മേപ്പാടി വരെയും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. പരമാവധി ഒരു കള്ളാടി പാലം വരെയോ അല്ലെങ്കിൽ പുത്തുമല, ഇതുപോലെ തന്നെ നമുക്കറിയാം സമാനമായ ദുരന്തം ഉണ്ടായതാണ്. അവിടെ പിന്നെയും ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ തോട്ടം മേഖലയാണ്. ആളുകൾ ആ കാലത്ത് തോട്ടം തൊഴിലാളികളെ ഇവിടെ ലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ പുനരുദ്ധരിപ്പിച്ചതാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഹാരിസൺ മലയാളവും AVTയും ആയിഷ പ്ലാന്റേഷനും ഒക്കെയാണ് ഈ മലകൾ. പ്രധാനമായും ചമ്പ്രമലയുണ്ട്, വെള്ളാർമലയുണ്ട്, ചൂരൽമലയുണ്ട്, അട്ടമലയുണ്ട്, പുത്തുമലയുണ്ട്. ഇങ്ങനെ മലകൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശം. അത്രയും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും മനോഹരമായ സ്ഥലം. വിനോദസഞ്ചാരികൾ ഏതു സമയവും എത്തുന്നൊരു സ്ഥലം. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ നോക്കാതെ ആളുകൾ എത്തിയിരുന്ന സ്ഥലമാണ്. പക്ഷെ അതെല്ലാം ആ നാട് അങ്ങനെ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത്. എന്നിട്ടും ആളുകൾ, ഈ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങോട്ട് തന്നെയാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് യാത്രക്കാരോടും നമുക്ക് ബസ്സിലെ ജീവനക്കാരോടും ഒക്കെ വിഷയം സംസാരിക്കാം. കാരണം അവരും ഒരു വൈകാരികമായ വേറെ തരത്തിലായിരിക്കും. 8 മാസമായി ഈ ബസ്സിലെ ജീവനക്കാരിയാണ് മുക്കം സ്വദേശിയായ ശ്രീമതി രജനി. ഈ രജനി നമ്മളോട് പറയുകയായിരുന്നു, നേരത്തെ മുണ്ടക്കൈയിലേക്ക് യാത്ര ചെയ്തിരുന്ന പല ആളുകളും ഇന്ന് ഈ ബസ്സിലില്ല. സ്ഥിരമായി ഉണ്ടായിരുന്ന ആളുകൾ പലരും. എത്ര 8 മാസമായി അല്ലേ ബസ്സിലെ? 8 മാസമായി. ഈ ദുരന്തത്തിന് 8 മാസമായി. മുണ്ടക്കൈയിലേക്കായിരുന്നു ഇതിന് മുൻപല്ലേ ഈ യാത്ര? ദുരന്തത്തിന് മുന്നും മുണ്ടക്കൈ തന്നെയായിരുന്നു, ഈ ബസ്സിൽ തന്നെ. നിറയെ ആളുണ്ടാവും? നിറയെ ആളുണ്ടാവും. തിരിച്ചുള്ള ട്രിപ്പ് എത്ര ട്രിപ്പ് ഉണ്ടാവും ഒരു ദിവസം? ഇതിപ്പോ ഒരു ട്രിപ്പേ ഉള്ളൂ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഒരാഴ്ചയിൽ 4 ദിവസവും പോകും. ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണുമല്ലോ അല്ലെ? ഒരുപാട് ആളുണ്ട്. ആരൊക്കെ പോയി, ആരൊക്കെ ഉള്ളതെന്നൊന്നും അറിയില്ല. നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ട്, അവിടെ ഒരു ഹോട്ടലുണ്ട്, ഞങ്ങൾ സ്ഥിരം ചായ കഴിക്കണേ, അതൊന്നുമില്ല. എന്താ ഈ അതിന് ഈ ദുരന്തത്തിന് ശേഷം നമ്മൾ ഈ ബസ്സിൽ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യുമ്പോഴും ആളോട് സംസാരിക്കുമ്പോൾ ഫീൽ എന്താണ്? നല്ല വിഷമമുണ്ട്. യാത്രക്കാരുടെ എണ്ണവും കുറഞ്ഞല്ലേ? യാത്രക്കാർ ഒരുപാടില്ല. കുറെ ആളൊക്കെ ക്യാമ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ആരൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. എന്താ ഉമ്മയുടെ പേരെന്താ? എന്റെ പേര് ഖദീജ, പുത്തൂർ വയൽ. അനിയത്തിന്റെ മോളെ കാണാൻ ക്യാമ്പിലേക്ക്. സ്കൂളിലാണ് മെപ്പാടി. ചൂരൽമലയായിരുന്നു? ചൂരൽമല പോയതിന്റെ പക്കത്തായിരുന്നു. എന്താ അവസ്ഥ അവരുടെ? അവരെ വീട് മൊത്തം പോയി, വീടും സ്ഥലവും. വയസ്സായ ഉമ്മ ഉണ്ട്, 2 മക്കളുണ്ട്, ഓളുണ്ട്, ഓനുണ്ട്. പിന്നെ ഓളെ കൂടെ വിൻസിൽ ജോലി ചെയ്തവരൊക്കെ പോയി. കട നടത്തുമായിരുന്നോ? കടയുണ്ടോ? റേഷൻ കട നടത്തി ആണ് ഓന്. ഓൻ ചൂരൽമല റേഷൻ കടയിലേ, ഓള് മിംസിലും. എല്ലാം പോയി. ഒരു മോൻ ഉണ്ടാക്കായി സ്കൂളടിക്കുന്ന, സ്കൂളൊക്കെ പോയില്ലേ. എങ്ങോട്ടാ യാത്ര? ചൂരൽമലക്കാണ്. വീട് എവിടെയാണോ? വീട് കൽപ്പറ്റ. മകളെ കെട്ടിച്ച അവിടെ. അപ്പൊ മകളെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ആ ദുരന്തം ഉണ്ടായതിന്റെ അടുത്താണ്. പിന്നെ അവിടെ പോലീസിന്റെ ഒരു ഇതില്ലേ, അതിന്റെ അടുത്താണ്. അവിടെ 2 വീട്ടിലൊരു വീടില്ല. അങ്ങോട്ട് എത്തിയിട്ടില്ല, സ്കൂളിന്റെ അപ്പുറം. മുമ്പൊക്കെ പോകാറുണ്ടായിരുന്നു? എപ്പോഴും പോകണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഞാൻ അപ്പൊ തന്നെ പോയിരുന്നു. ഇത് അപകടം പറ്റി അപ്പൊ തന്നെ പോയി. പിന്നെ 2 ദിവസം അവിടെ നിന്നിട്ടൊക്കെ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? എവിടേക്കാ പോകുന്നത്? പറയും, ചൂരൽമല പറയും. ചൂരൽമലക്ക് പോവാ? അവിടെ ആരാ? അമ്മായി. അമ്മായിന്റെ വീട്ടിൽ പോവാ? എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ ചൂരൽമല വില്ലേജ് റോഡ്.
വില്ലേജിലാണ് നമ്മളെ വീടൊക്കെ നിൽക്കുന്നത്. അവിടെയൊക്കെ വില്ലേജ് വരെ മൂടിപ്പോയി. ഈ ദുരന്തം ബാധിച്ച സ്ഥലം തന്നെയാണ് നിങ്ങൾ? അതെ. അല്ല, അവിടുന്ന് 2 കിലോമീറ്റർ താഴെയാണ് ഈ വില്ലേജ് പറയുന്ന സ്ഥലം. വില്ലേജ് ആ സ്ഥലത്തിന്റെ പേരാ? വില്ലേജ്. വില്ലേജ് പറഞ്ഞാൽ അത് കോട്ടപ്പടി വില്ലേജിലേക്ക് വരികയായിരുന്നു. പണ്ട് സർക്കാർ വാടകയ്ക്ക് എടുത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇന്നത്തെ വരവിലാണ് ആകെ നേരത്തി പോയത്. 2ാമത്തെ 3ാമത്തെ പൊട്ട് 4 മണിയോടുകൂടി എല്ലാം ഒതുക്കി കഴിഞ്ഞു. ഒരു പൊട്ടലാണോ അതിന് ഭൂകമ്പമാണോ എന്ന് പറയാൻ പറ്റും. ആ സൈസാണ് അതിൻ്റെ ഒരു ശബ്ദം, വരവും, സ്മെല്ലുകളും. ആ വരുന്ന മണ്ണിന് അതാണ് സംഭവിച്ചത്. അവിടുന്ന് ഇപ്പോ വീട് ഉപയോഗിക്കാൻ പറ്റില്ലേ? വീട് ഉപയോഗിക്കാം, തേച്ച് കഴിയും, വൃത്തിയാക്കി ഉപയോഗിക്കാം. ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നോ? അല്ല, ക്യാമ്പിൽ പോയൊക്കെ രജിസ്റ്റർ ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിൽ പോവും വരും. പിന്നെ പെണ്ണുങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് മോളവിടെ കൊണ്ടുപോയി ആക്കി ഇടയ്ക്കിടയ്ക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ മോളവിടെ പോയി താമസിക്കലായിരുന്നു. ഒന്ന് ജനകീയ തെരച്ചിലല്ലേ, ഒന്ന് അവിടേക്ക് ഒന്ന് പോയി കണ്ട് അതിനു വേണ്ടി പോവാണ്. നിങ്ങളവിടെയൊക്കെ തെരച്ചിലുണ്ടോ വില്ലേജില്? അവിടെ നിന്നാണ് 1042 വെച്ചാൽ അവിടെ നിന്നാണ് കിട്ടിയത്. നമ്മളെ സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ചൂരൽമല ഇറങ്ങിയിട്ട് ബെയിലി പാലം കിടന്ന് അങ്ങനെ നടന്നു പോകണം? അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇങ്ങോട്ടാ പോകണ്ട, വില്ലേജിലേക്കാ പോകേണ്ടത്. വില്ലേജ് സ്ഥലത്താ പോകേണ്ടത്. നമ്മൾ അത് മുണ്ടക്കൈക്കാണ് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ പ്രദേശമൊക്കെ അതിൽ പെട്ട തന്നെയാണ്, നമ്മളെ ഏരിയയിൽ പെട്ട തന്നെയാണ്. 10ഉം 9ഉം 12ന്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ പോയി കിടക്കുന്നത്. വാർഡുകൾ 3 വാർഡിന്റെയും 12ന്റെ പകുതി ഭാഗം പോയി, ബാക്കിയുള്ളൂ. 10, 9 മൊത്തം പോയി. 10ന്റെ ഒരു 3/4 ഭാഗവും പോയി. ഇത്രയും ഭാഗം പോയി കിടന്നു. ഓഗസ്റ്റ് 8 എന്ന് പറഞ്ഞ ഡേറ്റിനാണ് ഈ ദുരന്തം ഉണ്ടായത് 2019. അതേ ഡേറ്റിന് പിറ്റേ കൊല്ലം 20 മുണ്ടക്കൈ ഈ ഇപ്പൊ പൊട്ടിയതിന്റെ അടുത്ത് തന്നെ വേറൊരു പൊട്ടൂടെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് ആർക്കും ആളപായം ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഓഗസ്റ്റ് 8 പിന്നെ ജൂലൈ 30-നാണ് രാത്രിയാണ് സംഭവിച്ചത്. അത് സംഭവിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. സൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകം തകർന്നു പോകുന്ന രീതിയിലുള്ള സൗണ്ടുകളാണ്. ഈ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ, ആദ്യത്തെ പൊട്ടിന് തന്നെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം ഇരച്ചു വരുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയവർ കുറേ പേര് ഓടി രക്ഷപ്പെട്ടു. ഞാനൊക്കെ അതിൽ ഓടി രക്ഷപ്പെട്ടു. പിന്നെ നോക്കുമ്പോഴത്തേനും 2ാമത്തെ പൊട്ട് അതിനേക്കാളും വലുതാണ്. രാവിലെ തൊട്ട് അന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് പെരും മഴയെന്ന് പറഞ്ഞാൽ രാത്രിയുടെ പ്രതിനിധിയാണ് അന്ന്. രാത്രി പോലെ തന്നെയാണ്, നമുക്ക് ഒരു വെളിച്ചോ വെട്ടോ ഒന്നുമില്ല. സന്ധ്യാസമയത്ത് എങ്ങനെ ഉണ്ടാവും ആ രീതിയാണ്. രാവിലെ തൊട്ട് പകലൊക്കെ അതേ കണ്ടീഷനായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളൊരു സംശയമുണ്ട്. വീട്ടിൽ നിന്ന് അന്ന് രാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ പൊട്ട് പൊട്ടുന്നത്. 1 മണിക്ക് ആ പൊട്ടിന് വെള്ളമാണ് ഇറച്ചി കയറുന്ന ആൾക്കാരുടെ നിലവിളിയും ഒച്ചപ്പാടും വെള്ളവും ഒക്കെ കേട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. കഴിഞ്ഞപ്പോഴത്തേന് 2ാമത് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗണ്ട്. ഇതെന്താണ് മൊത്തം പോവാണെന്ന് ഓർത്തുകൊണ്ട് ആൾക്കാരെല്ലാം ഇറങ്ങി ഓടുക. ഇപ്പം മരണപ്പെട്ടതിൽ തന്നെ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളെ ഇനിയും കിട്ടാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തിരയാൻ പോവുകയാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ. അപ്പൊ ഇത് ഏത് സ്ഥലം? കീരിക്കാവല്ലേ? നേരത്തെ മുണ്ടക്കൈ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ നിർത്തുക, അങ്ങോട്ട് പോകില്ല, ചൂരൽമല വരെയും പോകില്ല. ഈ അപകടത്തിന് ശേഷം നിറച്ച് യാത്രക്കാരുണ്ട്. ഈ വ്യക്തിബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പരിചയമുള്ള മുഖങ്ങളാണ്, ആരെയും കാണാനില്ല. പഴയ ആൾക്കാരാണ്. ഇല്ല, ആ മുഖങ്ങളെല്ലാം പോയി. സ്ഥിരം യാത്രക്കാർ, പിന്നെ കുട്ടികളും, സ്കൂൾ കുട്ടികളും. അവരാരെങ്കിലും ഈ മരിച്ച ലിസ്റ്റിലൊക്കെ കണ്ട് മിസ്സിങ്ങിലൊക്കെ വന്നതിൽ കണ്ടു. അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മള് പലരോടും അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊന്നുമില്ല. ചില ആൾക്കാരെ ബോഡി വരെ കിട്ടിയില്ല. ശൂന്യമാണ്. നല്ല തിരക്കാണ്. വെള്ളാർമല മുണ്ടക്കൈ. നമ്മൾ മുണ്ടക്കൈ വരെ പോകേണ്ട ഒരു ബസ്സിന്റെ യാത്ര
അപ്പോൾ ഞാനും വിനേഷും ഇറങ്ങുന്നത് നീലിക്കപ്പ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ ബസ്സിൻ്റെ സർവീസ് അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. കാരണം മുണ്ടക്കൈ നിവാസികൾ എന്ന് പറഞ്ഞ യാത്രക്കാർ സ്ഥിരമായി ഉണ്ടാകുന്ന ആരും ഈ ബസ്സിന്റെ ഭാഗമല്ല ഇപ്പോൾ, അല്ലേ വിനേഷ്? വല്ലാത്തൊരു നമുക്കും വല്ലാത്തൊരു ഫീൽ. ഡ്രൈവർ പറഞ്ഞു, കാരണം സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ഒരുപാട് മുഖങ്ങൾ, അതിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയില്ല, വ്യക്തിബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം സ്ഥിര യാത്രക്കാരുമായിട്ട് ബസ് ജീവനക്കാർക്ക് എപ്പോഴും ഒരു ആത്മബന്ധമുണ്ടാവും. അവരൊന്നും ഇല്ലാതെ ഇങ്ങനെ ശൂന്യമായി ബസ് വരുന്നു എന്നുള്ളത് അതായിരുന്നു നമുക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. എന്തായാലും ആ മനുഷ്യരൊന്നും ഇനി നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യില്ല. കാരണം അവരൊക്കൊപ്പമായിരുന്നു നമ്മൾ യാത്ര ചെയ്യേണ്ടത്. പക്ഷെ അവരൊന്നും ഇനി തിരിച്ചു വരാൻ കുറച്ച് പേരെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും. കാരണം അവരിലാണ് നമുക്കിനി പ്രതീക്ഷ. അവരുടെ അതിജീവനത്തിനൊപ്പം തന്നെയാണ് നമ്മൾ ഇനി നിൽക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മളിനിയും മുണ്ടക്കൈയിലേക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഈ ബസ്സിൻ്റെ യാത്ര പക്ഷേ ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീത് കൽമുട്ടിക്കും ഹരികൃഷ്ണനുമൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രനും എസ് വിനേഷ് കുമാർ. ദുരിതഭൂമിയിലെ സങ്കടക്കാഴ്ചയാവുകയാണ് അനാഥമാക്കപ്പെട്ട കന്നുകാലികൾ. പൂർണ്ണമായി തകർത്തെറിയപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉടമസ്ഥർ ആരെന്നറിയാതെ ആഹാരവും വെള്ളവും കിട്ടാതെ അലയുകയാണ് ഇവ. പോലീസുകാരുടെ കാരുണ്യമാണ് ഏക ആശ്രയം ഇവർക്ക്. ഈ മുണ്ടക്കൈയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന പ്രദേശത്ത്, അതായത് ദുരിതം വല്ലാതെ ബാധിച്ച ഒരു മേഖലയ്ക്ക് സമീപമാണ് ഞാനുള്ളത്. ഈ ദുരന്ത ഭൂമിയിലെ വലിയ സങ്കട കാഴ്ചകളാവുകയാണ് ഈ കന്നുകാലികൾ. ഇവരിൽ പലർക്കും ഉടമസ്ഥരുണ്ടായിരുന്നു. ഈ ഉടമസ്ഥരുടെ കീഴിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ആളുകളാണ് ഇവർ. ഉടമസ്ഥർ പലരും നഷ്ടപ്പെട്ടു. പലരും ഈ പുനരധിവാസ കേന്ദ്രങ്ങളിലാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കമാണ്. തുടർന്ന് നമ്മൾ ഇവിടുത്തെ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അവരാണ് ഇപ്പോൾ ഇതിനും വെള്ളവും ആഹാരവും മറ്റും താൽക്കാലികമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ വെറ്റിനറി വകുപ്പിൽ നിന്ന് ആളുകളെത്തി ഇവർക്ക് വെള്ളവും ആഹാരവും കൊടുത്തിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ വല്ലാത്ത സങ്കട കാഴ്ചയിൽ ഈ പുല്ല് തിന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ ഒരുപാട് കന്നുകാലികൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ മുണ്ടക്കൈ പ്രദേശത്ത് അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. അങ്ങനെ ഈ ദുരിതത്തിന്റെ ഒരു ഇരകളായി ഈ പാവം പിടിച്ച നാൽക്കാലികളും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ, ഇത് കുറച്ച് ദിവസമായിട്ട് ഉണ്ടല്ലേ ഈ കന്നുകാലികൾ? എന്താ ഒരു അവസ്ഥ? അവസ്ഥ ഒന്നും അങ്ങനെ പറയേണ്ട അവസ്ഥയൊന്നുമില്ല ഇത്. പക്ഷെ ഇത് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ നമ്മളടുത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും നമ്മളടുത്ത് നിന്ന് ആഹാരം കിട്ടാതെ നമ്മൾ ആ ആഹാരം കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെയാണ് കഴിക്കുന്നത്. അതിന് ബുദ്ധിമുട്ടാവും. ഇത് ഈ ദുരിതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉടമസ്ഥരുണ്ടായിരുന്നവരാ അല്ലേ? അതായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ആണ്ടാലും പക്ഷെ നമ്മൾ കണ്ടത് ഇതിങ്ങനെയാണ്. ആഹാരം ഒന്നും കൊടുക്കാൻ ആരുമില്ല. വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടുന്ന് വരുന്നുണ്ട്. പക്ഷെ അത് ആർക്കാണ് കൊടുക്കണത്, എങ്ങനെയാണ് കൊടുക്കണമെന്ന് അറിയില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെച്ചു കൊടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഒരുപാടുണ്ടോ ഇതുപോലത്തെ? ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. രാവിലെ ആകുമ്പോൾ ബെയിലി പാലത്തിന്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഇവരിൽ പലരും ഇവിടെ, നിങ്ങളിവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലേ? ഇത് 13 ദിവസമായിട്ടുണ്ട്. ഈ കന്നുകാലി ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇത് ഒരുപാട് കഴിച്ചു പോകുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള അവസ്ഥ. നമ്മൾ ഫുഡ് കഴിച്ചിടുന്ന പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഇതൊന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ് പോകുന്നത്. കണ്ടാലേ അറിയാം ഒരു പട്ടിണിയുടെ ഒരു. അതെ, ഇപ്പോൾ അതാ നമ്മളെ മാറാൻ നിൽക്കുന്നത്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അടുത്ത് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്? നമ്മൾ ഈ ഭക്ഷണം നമ്മൾ കൊണ്ടുവന്ന ചോറൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട്. അത് കഴിക്കും. അല്ല, കുറച്ചാൾ വെറ്റിനറിക്കാർ ആരൊക്കെ വന്നിരുന്നു? ഇടയ്ക്ക് വന്ന് പുല്ല കൊടുത്താന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു 3-4 ദിവസം ആരും കാണാനില്ല ഇവിടെ. ഇതിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ രാവിലെ ബേലിപ്പാലത്തിന്റെ അവിടെ നോക്കുമ്പോൾ കാണാം ഒരു 200-200 പശുക്കൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. ഏതായാലും സങ്കടകരമാണ്. അതെ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അത് ഈ ആഹാരത്തിനായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ കന്നുകാലികളെ, പശുക്കളെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരന്തത്തിൽപ്പെട്ട് ഒരുപക്ഷെ ഉടമസ്ഥർ മരിച്ച ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇവർ പലരും പ്രതിവാസ കേന്ദ്രങ്ങളിലേക്ക് പോയവരായിരിക്കാം. അങ്ങനെ ഈ ദുരന്ത ഭൂമിയിലെ വല്ലാത്ത ഒരു കാഴ്ചയായി ഇത് മാറുകയാണ്. ഇപ്പൊ ഇവർക്കും സംരക്ഷണം വേണം, ഇവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു പരിഗണന വേണം എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഈ ക്യാമ്പ് പോലെയാണ്, ഇതൊരു ലയമാണ്. ഇവിടെ താമസിക്കുന്ന കുറച്ചധികം പോലീസുകാരുണ്ട്, പല ക്യാമ്പുകളിൽ നിന്ന് വന്നവരാണ്. അവർ നൽകുന്ന ഭക്ഷണമാണ് ഇപ്പോൾ ഇവർക്ക് ആകെയുള്ള ആശ്രയം. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. ഹരികൃഷ്ണനൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. വയനാടിന് കൈത്താങ്ങായി കുരുന്നുകളും വരാപ്പുഴയിൽ 7ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഇവനും കൂട്ടരും സർബത്ത് വിൽപ്പനയിലൂടെ നേടിയത് 12,000 രൂപയാണ്. ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ കൈമാറുകയും ചെയ്തു. വയനാടിന് വേണ്ടി കൈകോർക്കുന്നത് പലരും പല രീതിയിലാണ്. നമ്മൾ പറയുന്ന പോലെ അണ്ണാറക്കണ്ണനും തന്നാലായതെന്നൊക്കെ ഒരു ചൊല്ലുപോലെ തന്നെയാണ്. ഞാനുള്ളത് വരാപ്പുഴയിലാണ്. വരാപ്പുഴയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവാൻ്റെയും കൂട്ടരുടെയും വീട്ടിലാണുള്ളത്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവാനും കൂട്ടുകാരും
സർബത്ത് വിറ്റ് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെ CMDRFിലേക്ക് ഫണ്ട് കൊടുത്തിരുന്നു. അത് തുക ചെറുതല്ല, 12,000-ലധികം രൂപയാണ് അവർ കൈമാറിയത്. ഇത് സർബത്ത് വിറ്റത് 2 ദിവസം കൊണ്ടാണ്. 2 ദിവസത്തിൽ ഇത്ര സർബത്ത് വിൽക്കുമെന്നൊന്നും നമ്മൾ ചോദിച്ചാൽ ആളുകൾ ഇഷ്ടമുള്ള പണം നൽകിക്കൊണ്ടാണ് അത്തരം തുകയിലേക്ക് വന്നത്. അത് ഇന്നിപ്പോൾ നമ്മൾക്ക് വേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾക്ക് വേണ്ടി സർബത്തൊക്കെ കലക്കി ഇവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ഇവിടെ സർബത്ത് നന്നായിട്ട് കൊടുത്തു. അവർ കൂട്ടുകാരെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവാൻ, ഒപ്പം തന്നെ അവൻ്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരുമാണ് ഇതിൽ സഹായമായിട്ട് നിന്നത്. ആളുകൾ ഇഷ്ടമുള്ള പണം നൽകി ഇവാൻ്റെ ഒപ്പം തന്നെ അത് സഹകരിക്കുകയും ചെയ്തു. ഇവാന് ഇതാദ്യമായി നല്ലൊരു ഫുട്ബോൾ താരമാണ്. ഒപ്പം 2018 പ്രളയത്തിലും ഇവാന് തന്നാലാവും വിധം കൂട്ടായിരിക്കുക എന്ന രീതിയിലുള്ള ഒരു സഹായ പരിപാടികളൊക്കെ ഉണ്ടായി. നമ്മൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. അന്ന് ഇവാൻ്റെ കുഞ്ഞ് അനുജത്തി അനുജത്തി തൻ്റെ സൈക്കിളൊക്കെ ആക്രി ചലഞ്ചിലേക്ക് കൊടുത്തു. ഇവാൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഇതിലേക്ക് സംഭാവന ചെയ്തു. അങ്ങനെ ഇവാനും കുടുംബം എല്ലാം തന്നെ വലിയ ഇതിനോട് സഹകരിച്ച് നിൽക്കുന്നതാണ്. ഇതാണ് ഇവാൻ. കൂട്ടുകാരുടെ പേര് എങ്ങനെ? ആൽവിൻ, റയാൻ. ഏത് ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്. ഇവർ രണ്ടുപേരും 7ാം ക്ലാസ്സിൽ. ഇവാൻ ഇങ്ങനെ ചാരി നിൽക്കണ്ട, അത് പറഞ്ഞോ. എന്താണ് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്നൊക്കെ തോന്നാൻ കാര്യം? എൻ്റെ വീട്ടില് മറ്റേ DYFIയുടെ ആൾക്കാർ വന്നിട്ട് സ്ക്രാപ്പ് ചലഞ്ചിന് വന്നായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ അപ്പം ഞാൻ ക്ലാസ്സിൽ പോയേക്കണത്, ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പം എനിക്കും തോന്നി തിരിച്ചു വന്നപ്പോൾ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇവന്മാരെ വിളിച്ചിട്ട് ചെയ്ത്. കൂട്ടുകാരൊക്കെ കൂടി ആലോചിച്ചു. എന്ത് തോന്നി ഇവൻ വിളിച്ചപ്പോഴേക്കും? ചെയ്യാൻ തോന്നി. വാർത്തയിലൊക്കെ അങ്ങനെ കണ്ടപ്പോൾ സങ്കടം. അപ്പം പിന്നെ ഇവൻ വന്ന് വിളിച്ചപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. നമ്മളെ പോലെ തന്നെ കൂട്ടുകാരെല്ലാം അവിടെയും സങ്കടം കാണുന്നു. എന്തുണ്ടായിരുന്നു? സങ്കടം തോന്നി. ഇവൻ വിളിച്ചോണ്ട് ചെന്ന്. ഇത്രയും പൈസയൊക്കെ കിട്ടിയപ്പോഴേക്കും വലിയ സന്തോഷമായോ? ഇത് കൊണ്ടു കൊടുക്കാം. കളക്ടർക്കല്ലേ കൊടുത്തത്? ജില്ലാ കളക്ടർക്കല്ലേ? ഇതിനകത്താണ് ഫോട്ടോകള്. എന്ത് പറഞ്ഞു കളക്ടർ അവിടെ ചെന്നപ്പോഴേക്കും? കളക്ടർ കൺഗ്രാജ് ചെയ്ത് പിന്നെ പറഞ്ഞ് ഇനി ചെയ്യരുത്, അല്ലാണ്ട് വെച്ചാല് ബാലവേലയായിട്ട് ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലോ? ഇതാ മനോജ്, ഇതാണ് കളക്ടർ. അദ്ദേഹം NSK നവാസ്, അദ്ദേഹം ഇത് വാങ്ങിക്കുന്ന NSK ഉമേഷ്, അദ്ദേഹം ജില്ലാ കളക്ടർ വാങ്ങിക്കുന്ന ഫോട്ടോയാണ് ഇതുള്ളത്. കുട്ടികൾക്കെല്ലാം തന്നെ അവരൊരു വലിയ അംഗീകാരമാണ് ഇത്. അങ്ങനെ ചെല്ലുമ്പോൾ വലിയ സന്തോഷം. ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞോ പിള്ളേർ? കുട്ടികൾ എന്ത് പറഞ്ഞു? കുട്ടികള് കൈയടിച്ച് ക്ലാസ്സിൽ കൺഗ്രാജുലേഷൻ. ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ കൺഗ്രാജ് ചെയ്തു. വലിയ അഭിമാനം തോന്നി അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സമയത്ത് ഒരുമിച്ച് നിൽക്കുക അല്ലേ? നമ്മളെ പോലെ കുട്ടികൾ, ഞങ്ങളെ പോലെ കുട്ടികളൊക്കെ അവിടെ സങ്കടം ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് അല്ലേ? ഓക്കെ. ഏതായാലും അതെ, വയനാടിന് ഒരു കൈത്താങ് എന്ന പേര്. ഇത് ആ ബോർഡ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇതാണ് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന് ചെയ്യുന്ന സർബത്തൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ സർബത്ത് 2 ദിവസം ഇവർ വഴിയിലായിരുന്നു. വഴിയിലെ ഈ വരാപ്പുഴയുടെ ഇവിടെ ഈ വഴിയിലായിരുന്നു. ആ കുട്ടികളുടെ ഒരു നല്ല മനസ്സ് അതേ സഹിഷ്ണുതയോടുകൂടി തന്നെ ഈ നാട്ടിലെ വരാപ്പുഴയിലെ ആളുകളെ ഏറ്റെടുക്കുകയായിരുന്നു. വളരെ സഹർഷത്തോടെ അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം ഇത് പരസ്പരം താങ്ങായി നിൽക്കേണ്ടതാണ്. ഒരു പ്രദേശത്തിൻ്റെയും മാത്രമായൊരു കാര്യവുമല്ല. അതിൽ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കുക എന്ന ആ ഒരു വലിയ സന്ദേശം, മാനവികതയുടെ സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് വരാപ്പുഴയിലൂടെ കടന്നുപോയ മുഴുവൻ പേരും ഈ കുരുന്നുകൾക്കൊപ്പം തന്നെ നിന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഏതാണ്ട് 12,000-ലധികം രൂപ അവർക്ക് സംഭാവനയായി നൽകാൻ കഴിഞ്ഞത്. ആവശ്യമെങ്കിൽ ഇനിയും ഞങ്ങളിത് ഇതുപോലെ നിൽക്കാൻ തയ്യാറാണെന്നെല്ലാം തന്നെ കുട്ടികൾ പറയുണ്ടായിരുന്നു. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടിയാണ് ന്യൂസ് 18 ഈ കുരുന്നുകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത്. ഇതുപോലുള്ള ഒരുപാട് പേർ ചേരുമ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോകുന്നവരല്ല, ഒരു കാലത്തും ഒറ്റപ്പെട്ടു പോകുന്നവരല്ല. പരസ്പരം താങ്ങായി നിൽക്കുകയാണ്. ഇതുപോലൊരു നാടുണ്ട്, ഇതുപോലെ കുറേ മനുഷ്യരുണ്ടെന്ന് വലിയ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഇതുപോലുള്ള ഒരുപാട് സുമനസ്സുകൾ, അത് കുരുന്നുകളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, തന്നങ്ങൾ കഴിയുന്ന പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നലെ ന്യൂസ് 18 ക്യാമ്പയിനിൽ ഒരു തെങ്ങേറ്റ തൊഴിലാളി വിളിച്ചിരുന്നു. തൻ്റെ ഒരു ദിവസം കൂലി മുഴുവൻ ഈ സംഭാവനയായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നുള്ളൂ. അങ്ങനെ ഇത്രയും മനസ്സുള്ള ഒരുപാട് മലയാളികളാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ, വയനാട്ടുകാരുടെ ദുരന്തത്തിൽപ്പെട്ടവരുടെ പ്രതീക്ഷ. നമുക്ക് കൈത്താങ്ങായി നിൽക്കാം. മോർണിംഗ് വൈബ്സിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.
നമ്മുടെ ലക്ഷ്യ